ഹലോ, നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കെമിസ്ട്രി പോർഷൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയിട്ടാണ് ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ കെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ, കെമിസ്ട്രിയുടെ കോൺസെപ്റ്റുകൾ, കെമിസ്ട്രിയിലുള്ള ബാക്കി മൊഡ്യൂൾസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മുന്നേ തന്നെ ഇതൊരു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തൊക്കെ മൊഡ്യൂൾസ് വരുന്നുണ്ട്, അത് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് കണ്ടേക്കാം. സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ കെമിസ്ട്രിയുടെ മൊഡ്യൂൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രി വെച്ചിട്ടാണ്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിൽ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഓർഗാനിക് കെമിസ്ട്രി ആണ്. സോ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു വിഷമമായിരിക്കും ആദ്യം വരുന്നത്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമുക്ക് ഇച്ചിരി പാടുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്ന് അത് ഈ ഓർഗാനിക് കെമിസ്ട്രി ആണ്. പക്ഷെ എല്ലാവരും ഭയങ്കര പാടാണ് എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഇത് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ നമ്മൾ അതിന്റെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോവാം. സോ നമുക്ക് എന്തായാലും ഒട്ടും വൈകാതെ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് കടക്കാം അല്ലെ. അപ്പൊ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്ന ഒരു കഥാപാത്രം ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. ആരാണ് അത്? കാർബൺ ആണ്. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓർഗാനിക് കെമിസ്ട്രി വരുമ്പോഴത്തേനും എല്ലാവരും ബുക്ക് നിറച്ചും സി 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 ഇട്ടിട്ട് വെക്കുന്ന ഒരു സാധനമാണ് അല്ലെ. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനപ്പെട്ട ആള് പറയുന്ന ആരാണ്? അത് നമ്മുടെ കാർബൺ ആണ് വരുന്നത്. സോ കാർബൺ എന്ന് പറയുന്നത് നമുക്കറിയാം 6ാമത്തെ മൂലകമാണെന്ന് അറിയാം അല്ലെ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, അങ്ങനെ 6ാമത്തെ അറ്റോമിക് നമ്പർ 6 ഒരു എലമെന്റ് ആണ് കാർബൺ എന്ന് നമുക്കറിയാം. ഈ കാർബണെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്? വൈ കാർബൺ? എന്ത് സ്പെസിഫിക് ആയിട്ട് കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു? കാരണം കാർബണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഈ കാർബണിനുള്ള പ്രത്യേകതയാണ് കാറ്റിനേഷൻ എന്ന് പറയും. എന്താണ് കാറ്റിനേഷൻ? കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ്. എന്താണ് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ കാർബൺ അടുത്തുള്ള ഒരു കാർബണെ ലിങ്ക് ചെയ്യാം, അടുത്ത കാർബണായിട്ട് ലിങ്ക് ചെയ്ത്, അങ്ങനെ ലിങ്ക് ചെയ്ത് വലിയ വലിയ നീളമുള്ള ചെയിനുകൾ, ലോങ് ചെയിനുകളൊക്കെ രൂപീകരിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന, അങ്ങനെ ഒരു സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന കാറ്റിനേഷൻ എന്ന് നമ്മൾ ടെക്നിക്കലി പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റ് ആണ് ആരെന്ന് പറയുന്നത്? കാർബൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രി പറയുമ്പോൾ അവിടുത്തെ മെയിൻ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് എന്നൊക്കെ പറയാം ആര് വരുന്നത്? ഈ ഒരു കാർബൺ വരുന്നത്. സോ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ചില ബേസിക് പ്രിൻസിപ്പിൾസും ടെക്നിക്സും, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ചില ബേസിക് പ്രിൻസിപ്പിൾസും ടെക്നിക്സുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കൂടെ പറയുമ്പോൾ അപ്പൊ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ അവരെ നമ്മൾ വലിയ രീതിക്ക് കമ്പോണന്റുകളായി കണക്കാക്കുന്നു എന്നല്ലേ അർത്ഥം. അതെന്താ? നമ്മുടെ പ്രോട്ടീനുകൾ, അതുപോലെ ജനറ്റിക് ഇൻഫർമേഷൻ വഹിക്കുന്ന നമ്മുടെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന പേരുള്ള DNA-കൾ, ഇതിലൊക്കെയുമുള്ള ഒരു കമ്പോണന്റ് ആണ് ഇത് ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള DNA ആയിക്കോട്ടെ, പ്രോട്ടീനുകൾ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ഒരു ഇത്തരത്തിലുള്ള കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള മോളിക്യൂൾസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ആര്? ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോട്ടീനുകളോ അല്ലെങ്കിൽ DNA-കളോ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ബ്ലഡിലോ മസിലും സ്കിന്നിലൊക്കെ ഉള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഇനി ഓർഗാനിക് കോമ്പൗണ്ടുകൾ മെറ്റീരിയൽസുകൾ, അതായത് ഇതുപോലെ സങ്കീർണമായിട്ടുള്ള മോളിക്യൂളുകളായി നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള പല കാര്യങ്ങളിലും മാത്രമല്ല പല പല മെറ്റീരിയലുകളിലും എന്ത് പ്രത്യക്ഷപ്പെടാറുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാകാറുണ്ട്. ഏതൊക്കെയാണ് മെറ്റീരിയലുകൾ? നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് ആയിക്കോട്ടെ, ഇന്ധനങ്ങളായിക്കോട്ടെ, പോളിമറുകളായിക്കോട്ടെ, ഡൈകളായിക്കോട്ടെ, മെഡിസിനുകളായിക്കോട്ടെ, ഇതൊക്കെയും എന്താണ്? ഈ തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്ന ആൾക്കാർ കമ്പോണന്റുകളായിട്ട് വരുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ DNA, പ്രോട്ടീൻ പോലുള്ള അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളുകൾ തുടങ്ങി ഇതുപോലുള്ള നമ്മൾ ഡെയിലി ജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് മെറ്റീരിയൽസിൽ വരെ എന്ത് കാണപ്പെടാറുണ്ട്? ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സാന്നിധ്യം വളരെ പ്രകടമായി കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോ ഇനി ഈ ഏകദേശം 1780 വർഷത്തിലൊക്കെ കെമിസ്റ്റുകൾ എന്ത് ചെയ്തു? ഓർഗാനിക് കോമ്പൗണ്ടുകൾ, പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്
കോമ്പൗണ്ടുകളും മിനറൽ സോഴ്സസിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഇനോർഗാനിക് കോമ്പൗണ്ടുകൾക്കും ഇടയിൽ ഒരു തരംതിരിവ് വേണം, അല്ലെങ്കിൽ ഇവരെ ഒന്ന് മനസ്സിലാക്കണം, അവരെ കറക്റ്റ് ആയിട്ട് ഒന്ന് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം 1780-കളെ എന്ത് ചെയ്തു, കെമിസ്റ്റുകൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്, ഇനോർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്. അത് ഓർഗാനിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര് പ്രധാനമായിട്ട് വരും? കാർബൺ എന്ന് പറയുന്ന ഒരാൾ പ്രധാനമായിട്ട് വരും. അപ്പൊ ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളും ഉണ്ട്, ഇനോർഗാനിക് കോമ്പൗണ്ടുകളും ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടുകളെ പ്രധാനമായിട്ടും പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തിൽ നിന്നാണ്? മിനറൽ സോഴ്സസ് വഴിയാണ്. എന്താണ്? മിനറൽ സോഴ്സസ് വഴിയാണ്. അപ്പോൾ മിനറൽ സോഴ്സസിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഇനോർഗാനിക് കോമ്പൗണ്ടുകളെയും പ്ലാന്റ്സിലും അനിമൽസിലും നിന്നും കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കിടയിലും ഒരു തരംതിരിവ്, ഒരു തിരിച്ചറിവ് അത് എപ്പോഴും തുടങ്ങി? 1780-കളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി കെമിസ്റ്റുകൾ? ആ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ആ ഒരു വേർതിരിവ് വേണം, അല്ലെങ്കിൽ ആ ഒരു വേർതിരിവുണ്ട്, അല്ലെങ്കിൽ ആ വേർതിരിവിനെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? തിരിച്ചറിയാൻ തുടങ്ങി എന്ന് പറയാം. അപ്പൊ അതിന് മുന്നേ തന്നെ ഇവർ തമ്മിലുള്ള ഒരു വേർതിരിവ് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്നായിരുന്നു എയിം. പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടെന്ന് അവിടെ കറക്റ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞു. ഇനി ബെർസേലിയസ് എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവരുന്നത്. എന്താണ് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേം, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ടുകൾ രൂപീകരിക്കാനായി കാരണക്കാരായിട്ടുള്ള ഒരു ശക്തിയെയാണ് നമ്മൾ ഏത് ഫോഴ്സിൽ പറഞ്ഞ? വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഫോർമേഷനെ ഉത്തരവാദിയായിട്ടുള്ള, ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ കാരണക്കാരായ ഒരു തരത്തിലുള്ള ഫോഴ്സിനെയാണ് വൈറ്റൽ ഫോഴ്സ് എന്ന് ആര് പറഞ്ഞത്? സ്വീഡിഷ് കെമിസ്റ്റായ ബെർസീലിയസ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു കാര്യം, ഇദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ഏകദേശം 1828 എഫ് ബോളർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ടിനെ സിന്തസൈസ് ചെയ്ത സമയത്ത്, അതായത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ലാബില് ഈ യൂറിയനെ ഇനോർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള യൂറിയ ഫ്രം ആൻ ഇനോർഗാനിക് കോമ്പൗണ്ട് അമോണിയം സൈനേറ്റ് എന്ന പേരുള്ള ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്നും യൂറിയ എന്ത് ചെയ്തു? അദ്ദേഹം ഉണ്ടാക്കി. ആരുണ്ടാക്കി? എഫ് ബോളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ അദ്ദേഹം സിന്തസൈസ് ചെയ്യാണ് ചെയ്തത്, അദ്ദേഹം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്തോ ഒരു വൈറ്റൽ ഫോഴ്സ് കാരണം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റിന് പകരം അദ്ദേഹം 1828 എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ യൂറിയ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അമോണിയം സൈനൈറ്റ് എന്ന് പറയുന്ന ഒരു ഇനോർഗാനിക് ആയ കോമ്പൗണ്ടിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ടിനെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ഒരു വൈറ്റൽ ഫോഴ്സും അല്ല അതിന് കാരണം. നമുക്ക് തന്നെ എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് തന്നെ സിന്തസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാകാൻ കാരണം എന്ന് തന്നെ അവിടെ വരണമെന്നില്ല. അപ്പൊ ബെർസീലിയസ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്ത് ചെയ്യപ്പെട്ടു? 1828 അത് റിജക്ട് ചെയ്യപ്പെട്ടു. അത് ശരിയല്ല എന്ന് സ്ഥാപിക്കപ്പെട്ടു. ശരിയെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവര് കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. ദാറ്റ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ആർ എസെൻഷ്യൽ ഫോർ ലൈഫ്. നമ്മുടെ ജീവനൊക്കെ അത്യന്താപേക്ഷിതമായ കാർബൺ അടങ്ങുന്ന കെമിക്കൽ, രാസപരമായ പദാർത്ഥങ്ങളാണ്, അല്ലെ? കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ബയോളജിക്കൽ മോളിക്യൂൾസിന് അത്രത്തോളം ബേസ് ആവുന്ന, അല്ലെങ്കിൽ ഒരു അടിത്തറ പാകുന്ന ആരാണ്? ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഈ ബയോളജിക്കൽ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കാം? DNA, പ്രോട്ടീനുകൾ, ഇവരൊക്കെ എന്താണ്? ബയോളജിക്കൽ മോളിക്യൂളുകളാണ്. ഇവർക്കൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ ഇട്ട് കൊടുക്കുന്നത് ആരാണ്? ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഇനി ബയോളജിക്കൽ മോളിക്യൂളിന് മാത്രമാണോ? അല്ല. ഫ്യുവൽ ആയിക്കോട്ടെ, പോളിമർ ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, ഡൈസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ബാക്കിയുള്ള മെറ്റീരിയലുകൾ എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെയും ഏത് കമ്പോണന്റ് ഉൾപ്പെടുന്നുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ട് എന്ന കമ്പോണന്റ് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇനോർഗാനിക്കുകളെ നമ്മൾ എന്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു? മിനറൽ സോഴ്സസിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിനെ ഒന്നുകൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്? നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ബയോമോളിക്യൂൾസ്, അല്ലെങ്കിൽ ലൈഫിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾസ് പോലുള്ള DNA ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു അടിത്തറയായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആര്? ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള മോളിക്യൂൾസിൽ മാത്രമാണോ കാണുന്നത്? അല്ല.
അവരെ നമ്മൾ സാധാ അല്ലാത്ത പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന തുണികളിലോ ചായങ്ങളിലോ അതുപോലെ ഫ്യൂവലുകളിലോ പോളിമറുകളിലോ ബാക്കിയുള്ള ഇത്തരത്തിലുള്ള ഐറ്റംസിലും ആരെ കാണാറുണ്ട്? ഓർഗാനിക് കമ്പോണന്റുകളായിട്ട് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്? ഇവരൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, അല്ലെ, ഒരു രാസപദാർത്ഥമാണ്. മാത്രമല്ല ഇവരിൽ എന്തടങ്ങിയിട്ടുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഇവ എന്തിനാവശ്യമാണ്? നമ്മുടെ ജീവന്റെ ഒരു നിലനിൽപ്പിന് ആരാവശ്യമാണ്? ഓർഗാനിക് കോമ്പൗണ്ടുകൾ ആവശ്യമാണ്. അതുപോലെ ഓർഗാനിക് കോമ്പൗണ്ടുകളെയും ഇനോർഗാനിക് കോമ്പൗണ്ടുകൾക്കും ഇടയിൽ വ്യക്തമായിട്ടുള്ള ഒരു തരംതിരിവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ? നമ്മൾ പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ, അല്ലെ, സസ്യങ്ങളിൽ നിന്നോ അതുപോലെ നമ്മുടെ മൃഗങ്ങളിൽ ജന്തുജീവികൾ ഇവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതെന്താ? അത് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. എങ്കിൽ അതേസമയം മിനറൽ റിസോഴ്സസിൽ നിന്നും പ്രിപ്പയർ ചെയ്താൽ അതെന്തായി? അത് ഇനോർഗാനിക് കോമ്പൗണ്ടുകളായി എന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ ബെർസീലിയസ് എന്ന് പറയുന്ന സ്വീഡിഷ് കെമിസ്റ്റ് എന്ത് പ്രപ്പോസ് ചെയ്തു? ഒരു വൈറ്റൽ ഫോഴ്സ് കാരണമാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാകാൻ കാരണക്കാരൻ അല്ലെങ്കിൽ ഉത്തരവാദി ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് എന്നാണ് ആര് പറഞ്ഞത്? ബെർസീലിയസ് എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് കെമിസ്റ്റ് പറഞ്ഞത്. എന്നാൽ അതേസമയം 1828 അതേസമയം കുറച്ച് കഴിഞ്ഞ് 1828 ആര് വന്നു? നമ്മുടെ എഫ് ഫോളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത് ഒരു വൈറ്റൽ ഫോഴ്സും അല്ല, അത് നമുക്ക് തന്നെ എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? സിന്തസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ചുമ്മാ വാക്കിൽ പറഞ്ഞ നടത്തില്ല, അങ്ങോട്ട് സിന്തസൈസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്ത്? അമോണിയം സയനൈറ്റ് എന്ന് പറയുന്ന ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്നും അദ്ദേഹം എന്തുണ്ടാക്കി? യൂറിയ ഉണ്ടാക്കി. എന്താണ്? യൂറിയ ഉണ്ടാക്കി. ശരിയെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരി, എങ്കിൽ എന്താണ് നമ്മുടെ ബെർസീലിയസ് പറഞ്ഞ വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് പറയുന്നത്? ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ബെർസീലിയസ് എന്ന് പറയുന്ന ഏത് ശാസ്ത്രജ്ഞൻ, ഒരു സ്വീഡിഷ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ സ്വീഡിഷ് കെമിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ഒരു തിയറി സജസ്റ്റ് ചെയ്ത് എന്താണ്? വൈറ്റൽ ഫോഴ്സ് ഫ്രം ലിവിങ് ഓർഗാനിസംസ് വാസ് നെസസറി ടു ക്രിയേറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ജീവനുള്ള വസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഒരു വൈറ്റൽ ഫോഴ്സ് നെസസറി ആണ്, ആവശ്യമാണ്, അതില്ലെങ്കിൽ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞ? ബെർസീലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാൻ, ഓർഗാനിക് കോമ്പൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് നെസസറിയാണ്, എന്ത് ആവശ്യമാണ്? ലിവിങ് ഓർഗാനിസംസിൽ നിന്നുള്ള വൈറ്റൽ ഫോഴ്സ് ആവശ്യമാണ് എന്നാണ് ആര് പറഞ്ഞത്? ബെർസീലിയസ് പറഞ്ഞത്. ഈ ഒരു ഐഡിയ പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ ഫ്രെഡറിക് ബോളർ എന്ന് അല്ലെങ്കിൽ എഫ് ബോളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് യൂറിയ സിന്തസൈസ് ചെയ്തതോട് കൂടിയിട്ട് ഈ ഒരു ഐഡിയ എന്ത് ചെയ്തു? തകർന്ന് തരിപ്പണമായി പോയി. ശരി, എങ്കിൽ അടുത്തൊരാളാണ് കോൾബ് എന്ന് പറയുന്ന ആളാണ്. കോൾബ് സിന്തസൈസ്ഡ് അസെറ്റിക് ആസിഡ് ഫ്രം ഇനോർഗാനിക് അപ്പോൾ അസെറ്റിക് ആസിഡ് എന്ന് പറയുന്ന അടുത്തൊരു സാധനം ആര് സിന്തസൈസ് ചെയ്തു? ഇനോർഗാനിക് ആയിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്നും ഇനോർഗാനിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും അസെറ്റിക് ആസിഡ് എന്ന് പറയുന്ന അടുത്തൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആര് ഫോം ചെയ്തു? കോൾബ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഫോം ചെയ്തു. അപ്പൊ വീണ്ടും എന്താണ്? അങ്ങനെ ചെയ്യാൻ പറ്റും. എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ വൈറ്റൽ ഫോഴ്സ് തന്നെ ആവശ്യമില്ല. നമ്മുടെ ബോളർ പറഞ്ഞ ശരിയാണെന്ന് ഒന്നുകൂടെ എന്തായി? ഇവിടെ പ്രൂവ് ആയി. അടുത്താണ് ബെർത്തലോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് വരുന്നത്. അദ്ദേഹം മീഥെയിൻ സിന്തസൈസ് ചെയ്തു. എന്താണ്? മീഥെയിൻ സിന്തസൈസ് ചെയ്തു. ഈ ഡിസ്കവറീസ് എല്ലാം കൺഫേം ചെയ്ത് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമുക്ക് ഇനോർഗാനിക് സോഴ്സസിൽ നിന്നും എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. അതിനൊരു വൈറ്റൽ ഫോഴ്സിന്റെ തന്നെ ആവശ്യം വേണമെന്നില്ല എന്നാണ് ഇത്തരത്തിലുള്ള ബാക്കി ആൾക്കാർ കൂടി വന്ന് കണ്ടുപിടിച്ചപ്പോൾ ആ കണ്ടുപിടുത്തങ്ങളിൽ നിന്നും നമുക്ക് പ്രൂവ് ആയ കാര്യമാണ് എന്ത്? ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ ഒരു വൈറ്റൽ ഫോഴ്സ് തന്നെ വേണമെന്നില്ല. അവരെ നമുക്ക് എന്തിൽ നിന്നും ഉണ്ടാക്കാം? ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാം? അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാം? ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാം. ഇതാണ് എന്ത് തിയറി വെച്ച് പറഞ്ഞത്? വൈറ്റൽ ഫോഴ്സ് തിയറി വെച്ച് പറഞ്ഞത്. അപ്പൊ വൈറ്റൽ ഫോഴ്സ് തിയറി ആരാണ് കൊണ്ടുവന്നത്? അതൊരു സ്വീഡിഷ് കെമിസ്റ്റ് ആയ ബെർസീലിയസ് ആണ് കൊണ്ടുവന്നത്. ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് എന്താണ്? ലിവിങ് ഓർഗാനിസംസിൽ നിന്നുള്ള വൈറ്റൽ ഫോഴ്സ് ഓർഗാനിക് കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ അത്രത്തോളം അത്യാവശ്യമാണ്. എന്നാൽ 1828 ഫ്രെഡറിക് ബോളർ വന്നപ്പോ എന്ത് പറഞ്ഞു? അതിന്റെ ഒരു ആവശ്യവുമില്ല, വൈറ്റൽ ഫോഴ്സ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ലാബിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇനോർഗാനിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഒരു എവിഡൻസ് കൂടെ അങ്ങ് കൊടുത്തു. എന്താണ്? അമോണിയം സയനൈറ്റ് എന്ന് പറയുന്ന ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള വസ്തുവിൽ നിന്നും എന്ത് ചെയ്തു? അദ്ദേഹം ഓർഗാനിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയ യൂറിയയെ എന്ത് ചെയ്തു? സിന്തസൈസ് ചെയ്തു. പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വോളർ പറഞ്ഞത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിക്കുള്ള കോൾബിന്റെ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. എന്താണ്? അദ്ദേഹം എന്ത് ചെയ്തു? ഇനോർഗാനിക് സോഴ്സുകളിൽ നിന്നും അസെറ്റിക് ആസിഡ് സിന്തസൈസ് ചെയ്തു. അടുത്ത ആരാണ് വരുന്നത്? ബെർത്തലോട്ട് വന്നിട്ട് മീഥെയിൻ സിന്തസൈസ് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള
എക്സ്പെരിമെന്റുകളിൽ നിന്നും പ്രൂവ് ആയത് എന്താണ്? നമ്മുടെ ബെർസീലിയസിന്റെ വ്യൂസ്, കാഴ്ചപ്പാടുകളൊക്കെ തെറ്റായിരുന്നു. എന്ത് വേണ്ട? വൈറ്റൽ ഫോഴ്സ് തന്നെ വേണമെന്ന് ഇല്ല. എന്ത് സിന്തസൈസ് ചെയ്യാൻ? ഓർഗാനിക് കോമ്പൗണ്ടുകൾ സിന്തസൈസ് ചെയ്യാൻ. ഓക്കെ ആണ്. എങ്കിൽ എന്താണ് മോഡേൺ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ? ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഇലക്ട്രോണിക് തിയറി ഓഫ് കോവാലന്റ് ബോണ്ടിങ് ഹെൽപ് ടു എക്സ്പ്ലെയിൻ ഹൗ ആറ്റംസ് ഫോം ബോണ്ട്സ് ഇൻ ഓർഗാനിക് മോളിക്യൂൾസ്, മാർക്കിംഗ് ദി ബിഗിനിങ് ഓഫ് മോഡേൺ ഓർഗാനിക് കെമിസ്ട്രി. അതായത് നമ്മളിപ്പോ പഠിക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഇവിടെ കാർബൺ ഇരിക്കുന്നു, ഇവിടെ ഒരു ബോണ്ട് വരുന്നു, ഇവിടെ 2 ഇലക്ട്രോണുകൾ ഇരിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഒരു ബോണ്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്നത്. അതാണ് എന്ത്? നമ്മുടെ ഈ മോഡേൺ ഓർഗാനിക് കെമിസ്ട്രി. അതായത് ഈ ഒരു ഇലക്ട്രോണിക് തിയറി, കോവാലന്റ് ബോണ്ടിങ്ങിന്റെ ഇലക്ട്രോണിക് തിയറി ഒക്കെ ഡെവലപ്പായി വന്ന സമയത്ത് എങ്ങനെയാണ് ആറ്റംസ് ഓർഗാനിക് മോളിക്യൂൾസുമായി ബോണ്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോഴാണ് ഇപ്പൊ നമ്മൾ കാണുന്ന രീതിക്കുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്തത്? ഡെവലപ്പായി വന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ പോലും കാർബൺ വാലൻസി 4 ആണെന്നും 4 ബോണ്ടുകൾ അങ്ങും കൊടുക്കുമെന്നും ഈ ബോണ്ടുകൾ വെച്ചിട്ട് അടുത്തൊന്നുമായിട്ട് അവർ കൂടിച്ചേരുമെന്നും അത്തരത്തിലുള്ള ആ ഒരു ഇലക്ട്രോണിക് തിയറി ഓഫ് കോവാലന്റ് ബോണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാർബണുമായി റിലേറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് ഉള്ളത്. അപ്പൊ മോഡേൺ ഓർഗാനിക് കെമിസ്ട്രി വരുമ്പോൾ എന്താണ്? ഇലക്ട്രോണിക് തിയറി ഓഫ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു തിയറിയുടെ ഡെവലപ്മെന്റോട് കൂടി എങ്ങനെയാണ് ആറ്റംസ് ഓർഗാനിക് മോളിക്യൂളുകളുമായി ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്, എങ്ങനെയാണ് ആറ്റംസ് ഓർഗാനിക് മോളിക്യൂളുകളുമായി ബോണ്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മൊത്തം വിവരിച്ചുകൊണ്ട് കൊണ്ടൊക്കെയാണ് നമ്മുടെ എന്ത് വരുന്നത്? മോഡേൺ ഓർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെയുള്ള നമ്മുടെ ഈ കാർബണിന്റെ ബോണ്ടിങ്ങും അല്ലെങ്കിൽ കാർബൺ ഇപ്പുറത്ത് മുകളിലെല്ലാം നമ്മൾ അത്തപ്പൂക്കളം പോലെയൊക്കെ ഇങ്ങനെ ഇട്ട് വരയ്ക്കാറില്ലേ? ഇപ്പുറത്ത് H, ഇപ്പുറത്ത് H, ഇപ്പുറത്ത് H എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരയ്ക്കാറുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഈ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും എംഫസൈസ് ചെയ്ത് വരുന്ന ഏത് സമയത്താണ്? ഇത്തരത്തിൽ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തതിനൊക്കെ ശേഷമാണ്. അതിനൊക്കെ ശേഷമാണ് ഈ ഒരു മോഡേൺ ഓർഗാനിക് കെമിസ്ട്രിയുടെ ജനനം എന്ന് പറയുന്നത്. ശരി, എങ്കിൽ നമുക്ക് ടെട്രാ വാലൻസ് ഓഫ് കാർബൺ നോക്കാം. എന്താ ടെട്രാ വാലൻസ് ഓഫ് കാർബൺ? ഞാനിപ്പോ പറഞ്ഞ സാധനത്തിൽ തന്നെയുണ്ട്. ടെട്രാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 എന്നല്ലേ? ടെട്രാ വാലൻസ് എന്ന് പറയുമ്പോൾ ടെട്രാ എന്ന് പറഞ്ഞാൽ എത്രയാണേ? 4 എന്നാണ് അർത്ഥം. അപ്പൊ 4 എന്ന് പറയുമ്പോൾ ഞാനിവിടെ ആരെ 4 എടുക്കുന്നത്? കാർബണിന്റെ 4. അതായത് കാർബണിന്റെ വാലൻസി ആണ് ഇവിടെ എത്ര എന്ന് പറയുന്നത്? 4 എന്ന് പറയുന്നത് അല്ലെ? നമ്മള് കാർബണിന്റെ അറ്റോമിക് നമ്പർ പറഞ്ഞു, എത്രയാണ്? 6 ആണ്. അപ്പൊ കാർബണിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എഴുതുമ്പോൾ എത്ര വരും? 2,4 ആണ് വരുന്നത് അല്ലെ? നമുക്കറിയാം ആദ്യത്തെ ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 2 എണ്ണത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 8 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 8ൽ കൂടുതൽ പറ്റുമോ? 8ൽ കൂടുതൽ പറ്റില്ല. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. നമ്മൾ ന്യൂക്ലിയസ് നടുക്ക് വരയ്ക്കുന്നു, അതിന് ചുറ്റും ഒരു ഷെല്ല് വരയ്ക്കുന്നു, അതിന് ചുറ്റും വീണ്ടും ഷെല്ല് വരയ്ക്കുന്നു. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇവിടെ കാർബണിന്റെ ആദ്യത്തതിൽ എത്ര എണ്ണമേ ഉള്ളൂ? 2 എണ്ണമേ ഉള്ളൂ. ആ 2 എണ്ണം അങ്ങ് കൊടുക്കുക. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണമേ ഉൾക്കൊള്ളാവൂ? 8 എണ്ണമേ മാക്സിമം ഉൾക്കൊള്ളാവൂ. ഇവിടെ എത്ര എണ്ണമേ ഉള്ളൂ? 4 എണ്ണമേ ഉള്ളൂ. ആ 4 എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോ ബാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ ഇരിക്കുന്ന ഷെല്ല്, ഒരു ആറ്റത്തിലെ ഏറ്റവും പുറമേ ഇരിക്കുന്ന ഷെല്ലിനെയാണ് നമ്മൾ ബാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും പുറമേ ഇരിക്കുന്ന ഷെൽ എന്ന് പറഞ്ഞാൽ ഏത് ഷെല്ലാണ്? ഞാൻ ഈ ബ്ലൂ ഇട്ട് വരയ്ക്കുന്ന ഈ ഷെല്ലാണ് എന്ത്? ഏറ്റവും പുറമേ ഇരിക്കുന്ന ബാലൻസ് ഷെല്ല്. ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ബാലൻസ് ഇലക്ട്രോൺ. ഈ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1, 2, 3, 4. അപ്പൊ ഇവിടത്തെ ബാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം 4. അപ്പൊ കാർബണിന്റെ വാലൻസി 4. അതായത് 4 എന്ന് വരുമ്പോ അതിനെ നമുക്ക് എന്താന്ന് പറയാം? ടെട്രാ എന്ന് പറയാം. അപ്പൊ ടെട്രാ വാലൻസി കാണിക്കുന്നവരാണ് ഏത്? കാർബണുകൾ. അപ്പൊ എങ്ങനെയാണ് വാലൻസി വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് 2,4 എന്ന് എഴുതാം. അതിൽ ഫസ്റ്റ് ഷെൽ നമ്മൾ ഷെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അതിൽ ആദ്യം നടുക്ക് എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കാണുന്നു നമുക്കറിയാം. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സഞ്ചാരപാതയായ ഷെല്ലെന്നോ ഓർബിറ്റ് എന്നോ ഒക്കെ നമ്മൾ പേര് പറയാറുണ്ട്. അതിൽ കിടന്ന് കറങ്ങിക്കൊണ്ട് നടക്കുന്നവരാണ് ഇലക്ട്രോണുകൾ എന്ന് നമുക്കറിയാം. അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണെന്നും ന്യൂട്രോണിന് ന്യൂട്രൽ ചാർജ് ആണെന്നും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്നും അറിയാം. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക്
അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും കണ്ടുപിടിച്ച് ആരെന്ന് ചോദിക്കാറുണ്ട്. അതിന് നമ്മൾ കോഡും പഠിച്ചിട്ടുണ്ട്. പെൻ RTC എന്നാണ് കോഡ് വരുന്നത്. പെൻ RTC എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്? അത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? അത് JJ തോംസൺ ആണ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? അത് ചാഡ്വിക് ആണ്. അങ്ങനെ നമ്മൾ പെൻ RTC എന്ന് പറഞ്ഞ ഒരു കോഡും കൂടി ഇട്ട് എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ സ്കൂൾ ക്ലാസ്സിലേ പഠിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പൊടി തട്ടി ഓർത്തെടുക്കണം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ന്യൂക്ലിയസിന് ചുറ്റും 2 ഷെല്ലുകൾ കാണാം. ആദ്യത്തെ ഷെല്ലിൽ നിങ്ങൾക്ക് 2 ഇലക്ട്രോണുകളെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 2 എണ്ണേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ നിങ്ങൾക്ക് 4 ഇലക്ട്രോണിനെ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകളെ പറ്റുള്ളൂ? 4 എണ്ണേ പറ്റുള്ളൂ? അല്ല, 8 എണ്ണം പറ്റും. 8 എണ്ണം പറ്റുന്നതിൽ നമുക്ക് ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നാണ് അർത്ഥം. ഇവിടെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഷെല്ലാണ്. ഞാൻ ഇവിടെ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്ന ഷെല്ലാണ്. അപ്പൊ ഈ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? മൊത്തം 4 ഇലക്ട്രോണുകളുണ്ട്. സോ ഈ 4 ഇലക്ട്രോണിലെ ആ 4 എണ്ണം അതിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ 4 എന്ന് പറയുമ്പോൾ നമ്മൾ ടെട്രാ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. സോ അതിനെ നമ്മൾ ടെട്രാ വാലൻസി എന്ന് പറയും. അപ്പൊ കാർബണിന് എത്ര വാലൻസി ആണ്? ടെട്രാ വാലൻസി ആണ്. എത്രയാണ്? ടെട്രാ വാലൻസി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ കാർബണിന് ഇവിടെ മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ഈ 4 ബോണ്ടുകൾ ഇങ്ങനെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ടെട്രാ വാലൻസി ആയതുകൊണ്ടാണ്. ഇത് ഇനിയിപ്പോ അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഓർഗാനിക് കോമ്പൗണ്ട് പഠിക്കുമ്പോൾ ഈ കാർബണിന് ചുറ്റും ഇത്രയും ബോണ്ട് ഉള്ളതും ഇങ്ങനെ 4 ബോണ്ടുകൾ കാർബണ് വേണം. അങ്ങനെ 4 ബോണ്ട് വന്നില്ലെങ്കിൽ അവിടെ വേറെ ആർക്കും എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്നും അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. എങ്കിൽ ഈ 4 ബോണ്ടുകൾ ഇങ്ങനെ ഒരു കാർബൺ അത്തപ്പൂക്കളം വരച്ച പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് കയറുന്നതിന് മുന്നേ എന്ത് ചെയ്ത് വെച്ചേക്കുക? മനസ്സിലാക്കി വച്ചേക്കുക. അത് ഓർമ്മിച്ച് നിങ്ങൾ വച്ചേക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇനി ഇതിലോട്ടാണ് പോകാൻ പോകുന്നത്. കാർബൺ കോമ്പൗണ്ടുകളുടെ ഷേപ്പ് നമുക്ക് നോക്കാം. ദി നോളജ് ഓഫ് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് മോളിക്കുലർ സ്ട്രക്ചർ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രഡിക്റ്റിംഗ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടികളെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മോളിക്യുലാർ സ്ട്രക്ചർ, അതായത് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് മോളിക്യുലാർ സ്ട്രക്ചർ, ഓരോ മോളിക്യൂൾ കാണിക്കുന്ന സ്ട്രക്ചറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറെ കോൺസെപ്റ്റുകളുണ്ട്. ഈ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിന്റെയും പ്രോപ്പർട്ടീസ് എന്താണ് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും ആ ഓരോ ഓർഗാനിക് കോമ്പൗണ്ടുകളെയും മനസ്സിലാക്കാനും എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. കാരണം അവരുടെ സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. നമ്മൾ ഈ സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ടല്ലേ ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക്, ചിലന്നല്ല എല്ലാവർക്കും നമ്മൾ പേര് കൊടുക്കുന്ന ഈ സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ടല്ലേ. അപ്പൊ ആ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊരു ബോധമുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു കാർബൺ ലിങ്ക് ചെയ്ത ഒരു സ്ട്രക്ചർ വരച്ചാൽ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇതാണ് ആ സാധനം എന്ന് പ്രഡിക്റ്റ് ചെയ്യാം. കാരണം എന്താ? സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ പേര് പറയാം. പേര് പറഞ്ഞാൽ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പൊ എന്താ? സ്ട്രക്ചർ പോലുള്ള മോളിക്കുലർ സ്ട്രക്ചർ പോലുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ സ്വഭാവങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് predict ചെയ്യാനും സാധിക്കുന്നു. Tetravalence of carbon and the formation of covalent bonds by it are explained in terms of its electronic configuration and the hybridization of s and p orbitals. അപ്പോൾ നമ്മൾ ഈ കാർബൺ ബോണ്ടിങ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ കാർബൺ ബോണ്ടിങ് ഒക്കെ നടത്തുന്ന സമയത്തും കാർബൺ ഒരുപാട് ലോങ് ചെയിനുകൾ ഫോം ചെയ്യുന്ന സമയത്തൊക്കെ ആ കാർബണിന്റെ ചെയിനിന്റെ സ്ട്രക്ചർ എല്ലാം വരയ്ക്കുന്നത് ഒരുപോലെയാണോ? അല്ല. നമ്മൾ പല പേരുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ പല പേരുകൾ വരുമ്പോഴും പല രീതിക്ക് നമ്മൾ കാർബൺ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോഴും പല രീതിക്കുള്ള ചെയിനുകളായിരിക്കും, പല രീതിക്കുള്ള സ്ട്രക്ചറുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ നമ്മൾ പ്രധാനമായും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചും എസും പിയും ഓർബിറ്റലിന്റെ ഹൈബ്രിഡൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഇതെന്താണ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ എങ്ങനെ നമ്മൾ ആ ഒരു ഓർബിറ്റലിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും? മനസ്സിലാവും. ഇനി it may be recalled that formation and the shapes of molecules like methane, ethane are explained in terms of the use of sp3, sp2 and sp hybrid orbitals by carbon atoms in the respective molecules. For electronic configuration അതുപോലെ sp orbitals ന്റെ ഒക്കെ ഹൈബ്രിഡൈസേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു കാർബണിന്റെ ടെട്രാവാലൻസി അതുപോലെ ആ ഒരു കാർബണിന്റെ കോവാലന്റ് ബോണ്ടിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ആ ഒരു മോളിക്കുലർ സ്ട്രക്ചർ കൂടെ എന്ത് ചെയ്യുന്നത്?
ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. എന്താണ്? SP പോലുള്ള ഓർബിറ്റൽസിന്റെ ഹൈബ്രിഡൈസേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ കാർബണിന്റെ ടെട്രാവാലൻസി, അതുപോലെ അത് ഏർപ്പെടുന്ന കോവാലന്റ് ബോണ്ടിങ് പോലുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. അതുപോലെ എന്താ പറഞ്ഞത്? മീഥൈൻ, ഈഥൈൻ പോലുള്ള മോളിക്യൂൾസിന്റെ ഫോർമേഷൻ ആയിക്കോട്ടെ, ഷേപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? sp3, sp2, sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് നമ്മളിപ്പോ തിയററ്റിക്കലി പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് കത്തണമെന്നില്ല. നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ എക്സാമ്പിൾ ഉൾപ്പെടെ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ ഇതെന്താ പറഞ്ഞതെന്ന് കുറച്ചും കൂടെ എന്ത് ചെയ്യും? വ്യക്തമാവും. ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. ശരിയെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഇൻഫ്ലുവൻസസ് ദ ബോണ്ട് ലെങ്ത് ആൻഡ് ബോണ്ട് എൻതാൽപ്പി ഇൻ കോമ്പൗണ്ട്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡൈസേഷൻ ആണ് കോമ്പൗണ്ടുകളുടെ ബോണ്ട് ലെങ്ത് എത്രത്തോളം വേണം, അതുപോലെ ബോണ്ട് എനർജി പോലുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടും ഇങ്ങനെ ഇരിക്കുന്നവർ തമ്മിൽ ഇവിടെ കയറി ഓവർലാപ്പ് ചെയ്യുന്നു. ഇങ്ങനത്തെ പല പല ഓവർലാപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴിയാണ് നമുക്കിനി ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് വേണോ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പല ഷേപ്പുകളുണ്ട്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ വഴി രൂപീകരിക്കപ്പെടുന്ന ഒരുപാട് ഷേപ്പുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഷേപ്പുകൾ ഓരോന്ന് മാറി മാറി വരുമ്പോൾ അതിന്റെ ബോണ്ടിന്റെ ലെങ്ത് നമുക്ക് മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള ഈ ഹൈബ്രിഡൈസേഷൻ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ബോണ്ട് ലെങ്തിനെ ആയിക്കോട്ടെ, ബോണ്ട് എൻതാൽപ്പി ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരേ ബോണ്ടുകൾ ഒരേപോലെയുള്ള എനർജിയിലല്ല എന്ത് ചെയ്യപ്പെടുന്നത്? ജോയിൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ അല്ല രണ്ട് കാർബൺ അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് എക്സും വൈ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ബോണ്ട് എങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരേ എന്താൽപ്പി, ഒരേ ഊർജ്ജം, അല്ലെങ്കിൽ ഒരിക്കലും പൊട്ടാത്തത്, അങ്ങനത്തെ രീതിക്ക് ആയിരിക്കണം എന്നില്ല. ഇനി പല ഷേപ്പുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പല ഷേപ്പുകളിലും വ്യത്യസ്ത തരത്തിലുള്ള എന്തായിരിക്കും? ബോണ്ട് ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിനാണ് ഞാൻ പറഞ്ഞത്, ട്രൈഗണൽ പ്ലാനാർ എന്ന് പറയുന്ന ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഹൈബ്രിഡൈസേഷൻ വഴി രൂപീകരിച്ച ഒന്നിനുണ്ടായിരിക്കുന്ന ബോണ്ട് ലെങ്ത് ആയിരിക്കില്ല വേറൊരു ഷേപ്പിനുണ്ടായിരിക്കുന്നതിന്റെ ബോണ്ട് ലെങ്ത്. അപ്പൊ ബോണ്ട് ലെങ്തുകൾ എന്ത് ചെയ്തു വരും? പരസ്പരം മാറി മാറി വരും. ഓക്കെ, ഇപ്പൊ എന്താണ്? ഹൈബ്രിഡൈസേഷൻ ബോണ്ട് ലെങ്തിനെയും അതുപോലെ ബോണ്ട് എൻതാൽപ്പിയെയും എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് കോമ്പൗണ്ടുകളിൽ പല രീതിക്കുള്ള ബോണ്ട് ലെങ്തുകൾ, ബോണ്ട് എൻതാൽപ്പികളായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ ഈ ബോണ്ട് ലെങ്ത് ആയിക്കോട്ടെ, ബോണ്ട് എൻതാൽപ്പി ആയിക്കോട്ടെ, ഇതിനെയൊക്കെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഹൈബ്രിഡൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ടെന്ന് നമുക്കറിയാം. SP എന്ന് പറയുന്നതുണ്ട്, SP2 ഉണ്ട്, SP3 ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ പല ടൈപ്പുകളിലുള്ള ഹൈബ്രിഡൈസേഷനുകൾ ഫോം ചെയ്യുന്ന ഷേപ്പുകൾക്കും പലതരത്തിലുള്ള ബോണ്ട് ലെങ്തുകളും പല ബോണ്ട് സ്ട്രെങ്തുകളും ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് SP എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷൻ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഒരു 180 ഡിഗ്രി ആംഗിളിൽ വരുന്ന ലീനിയർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഈ ലീനിയർ ഷേപ്പിൽ കാണുന്ന ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ഇനി അതുപോലെ നിങ്ങൾ ട്രൈഗണൽ പ്ലാനാർ എന്ന് പറയുന്ന ഒരു ഷേപ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 120 ഡിഗ്രി ആയിരിക്കും എന്ത് കിട്ടുക? അതിനിടയിലുള്ള ഒരു ആംഗിൾ കിട്ടുക. അപ്പൊ ആ ഷേപ്പിൽ വരുമ്പോൾ അതിനിടയിൽ ആ ഷേപ്പ് കാരണം ഉണ്ടാകുന്ന ബോണ്ട് ലെങ്തും ബോണ്ട് സ്ട്രെങ്തും വേറെ ആയിരിക്കും. അപ്പൊ SP ആയിക്കോട്ടെ, SP2 ആയിക്കോട്ടെ, SP3 ആയിക്കോട്ടെ, പല രീതിക്കുള്ള ഹൈബ്രിഡൈസേഷനുകളിലും പല ഷേപ്പുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ പല ഷേപ്പുകൾ മാറുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ബോണ്ടിന്റെ നീളം മാറും. ആ ബോണ്ടിന്റെ അവർക്കിടയിലുള്ള ഉണ്ടാകുന്ന ബോണ്ടുകളുടെ സ്ട്രെങ്തിന് മാറ്റം വരും. അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൗണ്ടുകളിൽ ഉണ്ടാകുന്ന ബോണ്ടിന്റെ ലെങ്തിനെയും ബോണ്ടിന്റെ എൻതാൽപ്പി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്തിനെയും എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. The sp hybrid orbital contains more s character and hence it is closer to its nucleus and forms shorter and stronger bonds than the sp3 hybrid orbital. ഇത് sp എന്ന് പറയുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു എസും ഒരു പിയും ആണുള്ളത് അല്ലെ. അതായത് ഇപ്പൊ 100% ഇവരുടെ എനർജി എങ്കിൽ അതിൽ 50% നമുക്ക് ആർക്കും കൊടുക്കാം, പിക്കും കൊടുക്കാം, 50% ആർക്കും കൊടുക്കാം, എസിനും കൊടുക്കാം. എന്നാൽ അതേസമയം നിങ്ങൾ sp2 പോകുമ്പോൾ ഇവിടെ 2 പി ആണ് കൂടുതൽ. അതായത് എസ് ഉണ്ട്, ഒരു പി, 2 പി ഉണ്ട്. അല്ലാതെ എസ് പോയിട്ട് വീണ്ടും 2 പി ഉണ്ട്. അപ്പൊ 100% എനർജി ആണെങ്കിലും അതിൽ എത്ര ശതമാനം? പി മൊത്തത്തിൽ തന്നെ, പിക്ക് മൊത്തത്തിൽ തന്നെ എത്ര എണ്ണം വരും? മിക്കവാറും പി മൊത്തം ഒരു 75% പി അങ്ങ് എടുത്തുകൊണ്ട് പോകും. പിന്നെ ആ കൂടി 25% ആർക്ക് കിട്ടുള്ളൂ? എസിന് കിട്ടുള്ളൂ. അല്ല, നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാലും മതി. sp3 എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ എടുക്കുക. ഒരു എസ് ഉണ്ട്, അതുപോലെ 3 പി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്. ആക്ച്വലി ഞാൻ പറയുന്ന എല്ലാം ഇതേപോലെ അച്ചടിയായിട്ട് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആയിരിക്കണമെന്നില്ല. അപ്പൊ sp3 എന്ന് പറയുന്ന ഒരു ഓർബിറ്റൽ എടുക്കുമെന്ന് വിചാരിക്കാം.
ഇതിന് ഞാൻ 100% മൊത്തം ഇതിന്റെ എനർജി എങ്കിൽ ഞാൻ ഇതിനൊരു 25 കൊടുത്തു, ഇതിനൊരു 25 കൊടുത്തു, ഇതിനൊരു 25 കൊടുത്തു, ഇതിനൊരു 25 കൊടുത്തു. പക്ഷെ പി എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഒരേ ആളാണല്ലേ. ഇപ്പൊ ഞാൻ തന്നെ പല വേഷങ്ങളില് ഒരാള് കുറച്ച് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ അടുത്ത് ഒരാളുണ്ട്, ഞാൻ ആദ്യം വന്ന് എനിക്ക് തരുന്നത് 10 സ്വീറ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം വന്ന് ഒരു സ്വീറ്റ് വാങ്ങിയിട്ട് പോയി, തിരിച്ച് രണ്ടാമത് ഞാൻ വേഷം മാറുകയെന്ന് വീണ്ടും ഒരു സ്വീറ്റ് എടുത്തോണ്ട് പോയി, മൂന്നാമത് ഞാൻ വീണ്ടും വേഷം മാറുകയെന്ന് വീണ്ടും ഞാൻ സ്വീറ്റ് വാങ്ങിക്കോട്ടെ. അപ്പൊ ആദ്യം എനിക്ക് 10 കിട്ടി, രണ്ടാമത് വേഷം മാറി വന്നപ്പോ എനിക്ക് 10 കിട്ടി, മൂന്നാമത് വേഷം മാറി വന്നപ്പോ എനിക്ക് 10 കിട്ടി, മൊത്തം എനിക്ക് 30 സ്വീറ്റ് കിട്ടി. എന്നാൽ അതേസമയം എന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുന്ന ഒരാള് അയാൾ ഒരിക്കൽ മാത്രമേ വാങ്ങിയുള്ളൂ, അയാൾ വേറെ വേഷം മാറിയൊന്നും വന്നില്ല. അപ്പൊ അയാൾക്ക് എത്ര കിട്ടിയുള്ളൂ? 10 കിട്ടിയുള്ളൂ. ഇനി എത്ര വേഷം മാറി വന്നാലും ഞാൻ തന്നെയല്ലേ അതെല്ലാം വാങ്ങിയത്, എനിക്ക് തന്നെയല്ലേ അതെല്ലാം കിട്ടിയത്. അപ്പൊ എന്റെ മൊത്തം എത്രയാണ്? 30 എന്റെ സ്വീറ്റ് എന്ന് പറയുന്നത്, മറ്റേ അയാൾക്ക് 10 ഉള്ളൂ. അപ്പൊ ഇതേ സമയം അതുപോലല്ലേ SP3 വരുന്നത്. പിക്ക് 25 എന്ന് കൊടുത്തെന്ന് പറഞ്ഞാല് ഈ മൊത്തം പിയും കൂടെ ചേർത്ത് ഒരൊറ്റ പി എന്ന് പറയുന്ന ഒരാൾക്കല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ മൊത്തം പിക്ക് എത്രയായി? ഇവിടെ 75% പിക്കായി. ഇവിടെ എത്രയുള്ളൂ? എസിന് ആ കൂടി 25% ഉള്ളൂ. അതായത് SP3 പോലുള്ള ഹൈബ്രിഡ് ഓർബിറ്റലിലോട്ട് വരുമ്പോ ഈ എസിന്റെ ക്യാരക്ടർ എന്ത് ചെയ്ത് വരികയാണ്, അല്ലെങ്കിൽ എസിന്റെ മോർ എസ് ക്യാരക്ടർ എന്ന് പറയാം, എസിന്റെ ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്തുകൊണ്ട് വരികയാണ്? കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം നമ്മൾ SP എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഓർബിറ്റിൽ നോക്കുമ്പോൾ പിക്ക് ഉള്ളതുപോലെ തന്നെ എസിന് ഇവിടെ എത്രയുള്ളൂ? ഒരാളേ ഉള്ളൂ. അപ്പൊ എസിന് അത്യാവശ്യം 50% എന്ത് ചെയ്യും? ആ ഒരു എനർജി എസിന് അങ്ങ് കിട്ടിക്കോളും. കൂടുതൽ എസ് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാനും പറ്റും. എന്നാൽ അതേസമയം SP3 വരുമ്പോൾ എസ് എന്ന് പറയുന്ന ആകെ ഒരാളും പി എന്ന് പറയുന്ന 3 ആളുമാണ്. എസിന് അവിടെ എന്താണ്? പി ആയിരിക്കും അവിടെ കുറച്ചും കൂടെ ഡോമിനേറ്റ് ചെയ്ത് വരിക. എസിന്റെ എസ് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യാണ്? കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങും, അല്ലെങ്കിൽ കുറയും എന്ന് ആലോചിക്കുക. അപ്പൊ എസ് ക്യാരക്ടർ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ക്ലോസ് ടു ഇറ്റ്സ് ന്യൂക്ലിയസ്. അതുപോലെ ഈ SP ഹൈബ്രിഡ് ഓർബിറ്റലില് ഇതെന്താണ്? എസ് ക്യാരക്ടറും കൂടുതലാണ്, ഇവർ ന്യൂക്ലിയസിനോട് അടുപ്പിച്ചാണെന്നും പറയുന്നു. നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരാളിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആണ് ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് അട്രാക്ഷന്റെ കാര്യം മനസ്സിലാക്കാനാണ് പറയുന്നത്. ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് ഒരു ഷെല്ലുണ്ട്, അതിനടുത്ത് ഒരു ഷെല്ലുണ്ട്. എനിക്ക് 8 ഇലക്ട്രോൺ വരയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇവിടെ 2 എണ്ണം ഇടുന്നുള്ളൂ. അതിനടുത്തൊരു ഷെല്ലുണ്ട്, അതിന് പുറത്ത് ഒരു ഇലക്ട്രോൺ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അടുത്ത് ഒരു ഷെല്ല്, ആ ഷെല്ലിന് ഞാൻ K ഷെല്ല് എന്ന് കൊടുക്കുന്നു, അടുത്ത L ഷെല്ല്, അടുത്ത M ഷെല്ല്, അങ്ങനെ KLM എന്ന് പറഞ്ഞ 3 ഷെല്ലുണ്ട്. ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ന്യൂക്ലിയസിന് തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു K ഷെല്ലിലുള്ള ഇലക്ട്രോണിനോടായിരിക്കും ന്യൂക്ലിയസിന് എന്ത് കൂടുതൽ? ഒരു അട്രാക്ഷൻ കൂടുതൽ അല്ലെ. നമുക്ക് അടുത്തിരിക്കുന്ന ആളായിരിക്കും പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. അതേസമയം നിങ്ങൾ L ഷെല്ലിലോട്ട് പോകുമ്പോൾ ഈ ഒരു K ഷെല്ലിലുള്ള ഇലക്ട്രോണിന് കൊടുക്കുന്ന അത്രയും അട്രാക്ഷൻ ഒന്നും ആർക്ക് കൊടുക്കാൻ പറ്റില്ല? L ഷെല്ലിലുള്ള ഇലക്ട്രോണിന് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും കൊടുക്കും, പക്ഷെ അട്രാക്ഷൻ കുറയും. അതേസമയം നിങ്ങൾ എമ്മിലോട്ട് പോകുമ്പോൾ കെക്കും എല്ലിനും ന്യൂക്ലിയസ് കൊടുത്തിരുന്ന ഒരു അട്രാക്ഷൻ ആർക്ക് കൊടുക്കാൻ പറ്റില്ല? എമ്മിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ന്യൂക്ലിയസിൽ നിന്നും വളരെ ദൂരെയാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? എം എന്ന് പറയുന്ന ഷെല്ലിലെ ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കെയിലെയും എല്ലിലെയും ഷെല്ലിലെ ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തും പോലെ ആർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്? ന്യൂക്ലിയസിന് എം ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോ ഈ SP ഹൈബ്രിഡ് ഓർബിറ്റലിൽ എന്താ? എസ് ക്യാരക്ടറും കൂടുതലാണ്. അവർ എന്തിനോട് അടുത്താണെന്ന് പറയുന്നു? ന്യൂക്ലിയസിനോട് അടുത്താണെന്ന് പറയുന്നു. അപ്പൊ ന്യൂക്ലിയസിനോട് അടുത്താവുമ്പോഴുള്ള കുഴപ്പം എന്താ? അവരെന്ത് ചെയ്യും? ന്യൂക്ലിയസ് ഇങ്ങോട്ട് വലിച്ചെടുക്കും അല്ലെ, അട്രാക്ട് ചെയ്യും. ഈ അട്രാക്ട് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ? ഉള്ള സൈസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് കുഞ്ഞാവും. അതായത് ന്യൂക്ലിയസിനോട് അടുത്തെത്തുകയും അവർ ഷോർട്ടർ ആവുകയും ചെയ്യും, അവർ കുഞ്ഞാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു ബബിൾ പോലത്തെ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ആ ബബിളിന്റെ ചുറ്റിനും വേറൊരു ബബിൾ ലെയർ ഉണ്ട്. നമ്മളെ സർവ്വശക്തി എടുത്ത് നമ്മൾ അടുത്തിരിക്കുന്ന ബബിളിനെ നമ്മൾ എന്ത് ചെയ്തു? അടുത്തോട്ട് വലിച്ചാൽ ആ ബബിൾ എന്ത് ചെയ്യും? പുറത്ത് ഇത്രയും വലിയൊരു ആവരണമായി നിൽക്കുന്നത് ചുരുങ്ങി ചുരുങ്ങി ഷോർട്ടറായി നമ്മുടെ അടുത്തോട്ട് വരും അല്ലെ. അതുപോലെയാണ് ന്യൂക്ലിയസിന് അടുത്തുള്ള ആൾക്കാർ, ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അതിനടുത്തോട്ട് അട്രാക്ട് ചെയ്യും. ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായി വലിയ സൈസിൽ ഇരിക്കുന്ന ആൾ എന്തായി മാറും? ഷോർട്ടറായിട്ട് മാറുന്നു. ശരി, എങ്കിൽ അടുത്ത എന്താ പറയുന്നത്? അടുത്തെന്താ പറയുന്നത്? SP2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഈസ് ഇന്റർമീഡിയറ്റ് ഇൻ എസ് ക്യാരക്ടർ ബിറ്റ്വീൻ SP ആൻഡ് SP3. അപ്പോൾ SP2 ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ SP എന്ന ഹൈബ്രിഡ് ഓർബിറ്റലിനും SP3 എന്ന ഹൈബ്രിഡ് ഓർബിറ്റലിനും ഇടയിൽ ഒരു ഇടത്തരം ക്യാരക്ടർ, അതായത് ഒരുപാട് എസ് ക്യാരക്ടർ കാണിക്കുന്നുമില്ല, എന്നാൽ ഒട്ടുമേ കാണിക്കാതെയും ഇല്ല, അത്തരത്തിലൊരു ഇന്റർമീഡിയറ്റ് എസ് ക്യാരക്ടർ ആണ് ആര് കാണിക്കുന്നത്? SP2 ഹൈബ്രിഡ് ഓർബിറ്റൽ കാണിക്കുന്നത്. ഹെൻസ് the length and enthalpy of the bonds it forms are also intermediate between them. അതുകൊണ്ട് ഈ SP2
ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്ന ബോണ്ടിന്റെ ലെങ്ത് ആയിക്കോട്ടെ, ആ ബോണ്ടുകളുടെ ശക്തി ആയിക്കോട്ടെ, അതൊക്കെ sp-ക്കും sp3-ക്കും ഇടയിലുള്ള കാര്യങ്ങളാണ്. അതായത് sp-ലും sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകളും ഫോം ചെയ്യുന്ന ബോണ്ട് ലെങ്തിനും ബോണ്ട് സ്ട്രെങ്തിനും ഇടയിലായിരിക്കും ഇവരുടെ ബോണ്ട് ലെങ്തും ബോണ്ട് സ്ട്രെങ്തും എന്ന് പറയുന്നത്. കാരണം അങ്ങനെയല്ലേ വരുന്നത്, sp കഴിയുന്നു, sp2 വരുന്നു, sp3 വരുന്നു. അപ്പൊ ഇവര് അങ്ങറ്റവും ഇങ്ങറ്റവും നിന്ന് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെന്താ നടുക്കിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങറ്റവും ഇല്ല ഇങ്ങറ്റവും ഇല്ല, രണ്ടും കൂടി ചേർത്ത് ഒരു ഇടത്തരമായിട്ടുള്ള രീതിക്ക് സ്ഥിതി ചെയ്യുന്ന ഇടത്തരമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരായിരിക്കും ഏത് sp2 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. The change in hybridization affects the electronegativity of carbon. കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ഹൈബ്രിഡൈസേഷനുള്ള മാറ്റം എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആര് ബാധിക്കും, ഹൈബ്രിഡൈസേഷനിൽ ഉണ്ടാകുന്ന മാറ്റം ബാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഇതെല്ലാം നമ്മൾ പറയുന്നത് കൊണ്ട് തിയററ്റിക്കൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഓരോ കോമ്പൗണ്ടുകളായിട്ട് എടുത്ത് വിശദീകരിക്കുമ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പൊരുൾ എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്, ഹൈബ്രിഡൈസേഷൻ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ബോണ്ട് ലെങ്തിനെയും ബോണ്ട് എൻതാൽപ്പിയും എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇനി sp ഹൈബ്രിഡ് ഓർബിറ്റലുകളിൽ s ക്യാരക്ടർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനോട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും വരിക. ന്യൂക്ലിയസിനോട് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുതലായിരിക്കും. ന്യൂക്ലിയസ് അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യുന്നത് വഴി അത് ഷോർട്ടർ ആകുന്നു. അതുപോലെ ഷോർട്ടർ ആകുന്നത് ഒരു സ്ട്രോങ്ങർ ബോണ്ട് അല്ലേ, അങ്ങനെയല്ലേ. അതായത് ന്യൂക്ലിയസ് ഇപ്പൊ ഞാൻ എൻ്റെ അടുത്തോട്ട് ആ ഒരു ബബിളിനെ ഇങ്ങനെ വലിച്ചു വെക്കുമ്പോൾ ഞാനും ആ ബബിളും തമ്മിൽ ഭയങ്കര ബോണ്ടിങ്ങിലാണ്. എന്നെ അത്രത്തോളം ശക്തിയിൽ ആരെങ്കിലും പുറകിൽ നിന്ന് വന്ന് തള്ളി മാറ്റിയാലേ ഞാൻ ആ ബബിളിനെ വിടുകയുള്ളൂ. അപ്പോഴെന്ത് ചെയ്യുള്ളൂ, ബബിള് ഫ്രീ ആകുള്ളൂ. അപ്പം ഞാനും ആ ബബിളും തമ്മിൽ അത്രയും സ്ട്രോങ് ബോണ്ടിങ്ങിലാണ് ഇരിക്കുന്നത്. എന്നാൽ അതേസമയം അതിന്റെ പുറത്തുള്ള ബബിളും ഞാനും തമ്മിൽ സ്ട്രോങ് ബോണ്ടിങ് ആണോ, അല്ല. ഇനി ആരെക്കാട്ടിലും എന്നാണ് ഈ ക്യാരക്ടറൊക്കെ sp ഹൈബ്രിഡ് ഓർബിറ്റലിന് പറയുന്ന ആരെക്കാട്ടിലുള്ള ക്യാരക്ടറുകളാണ്, sp3 ഹൈബ്രിഡ് ഓർബിറ്റലിനെ കാട്ടിലുള്ള ക്യാരക്ടറുകളാണ്. എന്നാൽ sp-ക്കും sp3-ക്കും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ആര്, sp2 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഇവർക്ക് വളരെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇടനിലയിലുള്ള ഒരു ഇടത്തരമായിട്ടുള്ള s ക്യാരക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കാം. അതുപോലെ ഇവരുടെ ബോണ്ടിന്റെ ലെങ്ത് ആയിക്കോട്ടെ, എൻതാൽപ്പി ആയിക്കോട്ടെ, അതെല്ലാം sp-യെയും sp3-നെയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി, അതായത് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുന്ന മാറ്റം കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഓക്കെയാണ്. ഇനി the greater the s character of the hybrid orbitals, the greater is the electronegativity. s character ഒരു ഹൈബ്രിഡ് ഓർബിറ്റലില് s character എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്ത് കൂടുതലായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. എന്താണ്, ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിലെ എസിന്റെ ക്യാരക്ടർ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്ത് കൂടുതലായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, എസ് ക്യാരക്ടർ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടുന്നു. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർഡ് ആയിട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ തന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എത്രത്തോളം ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ ഇലക്ട്രോൺസിന്റെ കാര്യം പഠിക്കുന്ന സമയത്ത്, ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കാറ്റയോൺ ആനിയോൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ചാർജാണ് എന്ത്, പോസിറ്റീവ് ചാർജ്. നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാണ്, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുക്കുകയാണ്, അപ്പൊ നമ്മൾ എന്താ വലിയൊരാളായല്ലേ, അപ്പൊ പോസിറ്റീവ് വൈബുള്ള ഒരു മനുഷ്യനായി. അതുപോലെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണ്, അപ്പൊ നമുക്ക് എന്താ ഒരു നെഗറ്റീവ് സ്വഭാവം അല്ലേ. അപ്പൊ അതുപോലെ ഇലക്ട്രോണിനെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ നമുക്കൊരു പോസിറ്റീവ് ക്യാരക്ടർ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. അതേസമയം ഇലക്ട്രോണിനെ നമ്മൾ സ്വീകരിക്കുകയാണ്, റിസീവ് ചെയ്യുകയാണ്, അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ
കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജും, ഇലക്ട്രോണിനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചാർജും ആണ് കിട്ടുന്നത്. അപ്പൊ അതുപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇലക്ട്രോ നെഗറ്റിവിറ്റി, അപ്പൊ ഇലക്ട്രോണിന് നെഗറ്റിവിറ്റി ആണ്, അതായത് ഇലക്ട്രോണിന് നമ്മൾ വാങ്ങുകയാണ്. അത് തന്നെയാണ് ഇവിടെ എന്താണ്, ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ നമ്മൾ നമ്മുടെ അടുത്തോട്ട് ആകർഷിക്കുകയാണ്. അങ്ങനെ ആകർഷിക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവാണ് എന്ത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, എസ് ക്യാരക്ടർ കൂടുക എന്ന് പറഞ്ഞാൽ അത് ഏത് ഹൈബ്രിഡ് ഓർബിറ്റൽ ആയിരിക്കാം? SP എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ആയിരിക്കാം. ശരി, എങ്കിൽ എസ് ക്യാരക്ടർ കൂടുക എന്ന് പറഞ്ഞാൽ എസ് ക്യാരക്ടർ കൂടുമ്പോൾ നമ്മൾ ന്യൂക്ലിയസിന്റെ അടുത്തോട്ടായിരിക്കും ആരിയ്ക്കുക, ഇലക്ട്രോൺ ഇരിക്കുക എന്ന് വിചാരിക്കാം. ന്യൂക്ലിയസിന് അടുത്തോട്ട് ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാം, ആ ഇലക്ട്രോണിനെ വളരെ ഭംഗിക്ക് എന്ത് ചെയ്യാം, നല്ല രീതിക്ക് അട്രാക്ഷൻ കൊടുക്കാൻ പറ്റും. ഈ അട്രാക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസിന് അടുത്തോട്ട് എന്ത് ചെയ്യിപ്പിക്കുക എന്നാണ് അർത്ഥം, അട്രാക്ട് ചെയ്യിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാല് ന്യൂക്ലിയസിന് അടുത്തോട്ട് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാല് അവരെന്ത് ചെയ്യാണ്, ചിലപ്പോൾ ബോണ്ടഡ് ആയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഷെയർഡ് ആയിട്ടിരിക്കുന്നതോ ആയിട്ടുള്ള ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാണ്, തന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ എന്ത് കഴിവ് വരെയാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് വരെയാണ്. അതിനിപ്പോ നമ്മൾ എസ് ഓർബിറ്റലിന് P-നെക്കാട്ടിലും എന്ത് കഴിവ് കൂടുതലായിരിക്കും, ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള കഴിവ് കൂടുതലല്ലേ. അപ്പൊ എസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം കൂടുതലാണെങ്കിൽ അതിനർത്ഥം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോണ്ടഡ് അല്ലെങ്കിൽ ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, തന്റെ അടുത്തോട്ട് നല്ല രീതിക്ക് അട്രാക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറ്റിയാൽ അവിടെ എന്ത് കൂടും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അപ്പോ ഹൈബ്രിഡ് ഓർബിറ്റലില് എസ് ക്യാരക്ടർ ആണ് കൂടുതലെങ്കിൽ അതിനർത്ഥം അവിടെ എന്തും കൂടുതലാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. എസ് ക്യാരക്ടർ ആണ് കൂടുതലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ന്യൂക്ലിയസിന് അടുത്തോട്ട് ഇലക്ട്രോണുകൾ ഇരിക്കുന്നു. അപ്പൊ ന്യൂക്ലിയസിന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ആ ബോണ്ടഡ് അല്ലെങ്കിൽ ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാം. അങ്ങനെ അട്രാക്ട് ചെയ്താൽ അവർക്കുള്ള ഒരു കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ എസ് ക്യാരക്ടർ കൂടുമ്പോൾ എന്ത് കൂടുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഇനി എ കാർബൺ ആറ്റം ഹാവിംഗ് എൻ SP hybrid orbital with 50% S character is more electronegative than that possesses sp2 sp3 hybrid orbitals. അപ്പൊ sp2ഉം sp3യും ഹൈബ്രിഡ് ഓർബിറ്റൽസിനും ഉള്ളതിനേക്കാൾ കൂടുതലും 50% ഒരു S ക്യാരക്ടർ വരുന്നത് കൊണ്ട് തന്നെ sp ഹൈബ്രിഡ് ഓർബിറ്റലില് എന്ത് കൂടുതലാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ്. കാരണം എന്താണ്, sp ഹൈബ്രിഡ് ഓർബിറ്റലില് ഏകദേശം 50% എന്ത് വരുന്നുണ്ട്, എസ് ക്യാരക്ടർ വരുന്നുണ്ട്. ആരെക്കാട്ടിലും, sp2-നെക്കാട്ടിലും sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിനെക്കാട്ടിലും കൂടുതൽ എസ് ക്യാരക്ടർ ഉള്ളത് sp ഹൈബ്രിഡ് ഓർബിറ്റലിനായതുകൊണ്ട് തന്നെ അവരാണ് എന്ത്, കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ്. കാരണം അവർക്കായിരിക്കും കൂടുതൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്ത് വെക്കുക, അവരുടെ അടുത്തോട്ട് അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റുക. അങ്ങനെ അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റിയാലേ അവിടെ എന്ത് സ്വഭാവം കിട്ടുള്ളൂ, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം കിട്ടുകയുള്ളൂ. This relative electronegativity is reflected in several physical and chemical properties of the molecules concerned. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന മോളിക്യൂൾസിന്റെ പലതരത്തിലുള്ള ഫിസിക്കൽ, ഭൗതികമോ രാസപരമോ ആയിട്ടുള്ള എന്തൊക്കെ സവിശേഷതകളോ ആയിക്കോട്ടെ, ആ സവിശേഷതകളിലെല്ലാം തന്നെ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രതിഫലിച്ച് കാണാൻ സാധിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് പറഞ്ഞത്, sp2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ sp ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എസ് ക്യാരക്ടർ കുറച്ചും കൂടി കൂടുതലാണ്, അല്ലെങ്കിൽ 50% കൂടുതലായതുകൊണ്ട് നമ്മൾ അവർക്കാണ് എന്ത് കൊടുക്കുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ എന്നൊരു പദവി കൊടുക്കുന്നത്. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഷെയർഡോ ബോണ്ടിങ്ങിലോ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ തന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എസ് ക്യാരക്ടർ കൂടുതലുള്ളവർക്ക് കൂടുതലായും എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇലക്ട്രോണുകളെ തന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അവർ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആകുന്നു. ശരി, എങ്കിൽ പൈ ബോണ്ടുകളുടെ ഫീച്ചേഴ്സ് ആണ്. പൈ ബോണ്ടുകൾ എന്ന് പറയുന്ന ആൾക്കാരുടെ കുറച്ച് കാര്യമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പൈ ബോണ്ടുകൾ? ഇൻ എ പൈ ബോണ്ട് ഫോർമേഷൻ, parallel orientation of the 2p orbitals on adjacent atoms is necessary for a proper sideways overlap. അതായത് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് 2p ഓർബിറ്റലുകൾ, ഇവിടെ ആരാണ് വരുന്നത്, 2p ഓർബിറ്റലുകളാണ്. നമുക്കറിയാം p ഓർബിറ്റുകൾ എന്ത് ഷേപ്പിൽ ഇരിക്കുന്നവരാണ്, p
പി ഓർബിറ്റലുകൾ എന്ത് ഷേപ്പിൽ ഇരിക്കുന്നവരാണ്? ഒരു ഡംബൽ ഷേപ്പ് അല്ലെ, ഇങ്ങനെ ഡംബൽ ഷേപ്പിൽ ഇരിക്കുന്നവരാണ് പി ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഡി വരുമ്പോ എന്താ, അവര് ഡബിൾ ഡംബൽ ആവും, നല്ല ഡബിൾ ഡംബൽ ഷേപ്പ് ആവും ഡി ഓർബിറ്റലുകൾ വരുമ്പോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് പി ഓർബിറ്റലുകൾ അടുത്തടുത്തിരിക്കുന്ന പാരലലി ഓറിയന്റ് ചെയ്തിരിക്കുന്ന രണ്ട് പി ഓർബിറ്റലുകൾ അടുത്തടുത്തുള്ള ആറ്റംസിന്റെ പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ പാരലൽ ലൈൻസ് പോകാം, ഇങ്ങനെ പാരലൽ ലൈൻസ് പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും സമാന്തരമായിട്ട് അവർക്ക് പോവാം. അപ്പൊ അടുത്തടുത്തിരിക്കുന്ന രണ്ട് ആറ്റംസിന്റെ പാരലലായിട്ട് ഓറിയന്റ് ചെയ്ത് കിടക്കുന്ന രണ്ട് പി ഓർബിറ്റലുകൾ പ്രോപ്പർ ആയിട്ട് സൈഡ് വേസ്, അതായത് സൈഡുകൾ, അവരുടെ സൈഡുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അങ്ങനെ എന്തുണ്ടാവുള്ളൂ, പൈ ബോണ്ടുകൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. അതായത് ഞാൻ ഇങ്ങനെയാണ് പി ഓർബിറ്റലുകൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം, പാരലലായിട്ട് രണ്ട് പി ഓർബിറ്റലുകൾ കിടക്കുന്നു എന്ന് വിചാരിക്കാം, ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ പാരലൽ ഓറിയന്റേഷനിൽ കിടക്കുന്ന രണ്ട് പി ഓർബിറ്റലുകൾ. ഇവര് അടുത്തടുത്ത രണ്ട് ആറ്റങ്ങളുടെ രണ്ട് പി ഓർബിറ്റലുകളാണ്. ഇവരിങ്ങനെ പാരലലി കിടക്കുകയാണ്. ഈ പാരലലി കിടക്കുന്ന രണ്ട് പി ഓർബിറ്റലുകളും എങ്ങനെ ഓവർലാപ്പ് ചെയ്യണം, സൈഡ് വേസിൽ ഓവർലാപ്പ് ചെയ്യണം. എങ്ങനെയാണ്, ഈ രണ്ട് സൈഡുകളും തമ്മിൽ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് ഏകദേശം ഇങ്ങനെ വരണം. ഓക്കെ, ഏകദേശം ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കിടന്ന രണ്ട് പി ഓർബിറ്റലുകൾ എന്ത് ചെയ്യപ്പെടണം, ഇവര് സൈഡുകൾ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്യണം. ഇവിടെ ഈ രണ്ട് സൈഡുകൾ എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്ത് വരണം. അങ്ങനെ thus in CH2 molecule all the atoms must be in the same plane. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവരൊക്കെ ഒരേ പ്ലെയിനിലാണ്. ഇപ്പം CH2 എടുത്ത് പറഞ്ഞാലും നിങ്ങൾക്കറിയാം, കാർബൺ ആദ്യം നമ്മൾ ഇടുക, H2 എന്നേ അവർ പറയുന്നുള്ളൂ. അപ്പം H2 ഇടുക. കാർബണ് 4 വാലൻസി ആണ്, 2 വാലൻസി ഇവിടെ നമ്മൾ ഹൈഡ്രജന് കൊടുത്തു പോയി. അപ്പൊ 4ന്റെ 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണം ഒരിടവും കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് കൊടുക്കുക, ബോണ്ട് ആയിട്ട് കൊടുക്കുക. അപ്പൊ 2 ബോണ്ട് കൊടുത്തു. അതേപോലെ ഇവിടത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഈ കാർബണും ഈ നടുക്ക് കിടക്കുന്ന ബോണ്ട് ബാധകമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഈ കാർബണും ഈ നടുക്ക് കിടക്കുന്ന ബോണ്ട് ബാധകമാണ്. അങ്ങനെ ഈ കാർബൺ എന്ത് ചെയ്യുന്നു, H2 എന്ന് പറയുന്ന ഒരു 2 ബോണ്ട് ഉണ്ട്. ഈ 2 ബോണ്ടും ചേർത്ത് +2 4 എണ്ണമായി. ഈ കാർബണ് ഈ 2 ബോണ്ട് ഉണ്ട് ഓൾറെഡി. അപ്പൊ 4 വാലൻസിയിൽ 2 എണ്ണം തീർന്നു. ഇനി 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിന് ആരായിട്ട് കൊടുക്കാം, H2 ആയിട്ട് കൊടുക്കാം. അങ്ങനെ CH2 ഡബിൾ ബോണ്ട് CH2. ഇതിന് നമ്മൾ സ്ട്രക്ചറിൽ വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കാം, CH2 ഉണ്ട്, രണ്ട് സൈഡിലും 2 H കൊടുക്കാം. പിന്നെ 2 വാലൻസി ആണ്, 2 എണ്ണമാണ് ഇവിടെ കൊടുത്തത്. ഇനി 2 എണ്ണം ഉണ്ട്, അത് നടുക്കിട്ട് കൊടുക്കാം. വീണ്ടും ഒരു CH. ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്, ഒരേ പ്ലെയിനിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, the p orbitals are mutually parallel and both the p orbitals are perpendicular to the planes of the molecule. അപ്പൊ ഈ 2 p ഓർബിറ്റുകൾ പരസ്പരം നോക്കുമ്പോൾ അവർ എങ്ങനെയായിരിക്കും, പാരലൽ ആയിരിക്കും. അതുപോലെ മോളിക്യൂളിന്റെ പ്ലെയിനിൽ ഇവർ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, p orbitals are mutually parallel and both the p orbitals are perpendicular to the plane of the molecule. Rotation of one CH2 fragment with respect to other interferes with maximum overlap of p orbitals and therefore such rotation about carbon double bond is restricted. അപ്പൊ നമ്മളിങ്ങനെ ഇതെല്ലാം ഒരേ പ്ലെയിനിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പ്ലെയിനിൽ ഇരിക്കുന്ന ഒരേ സാധനങ്ങൾ, അതായത് ഇപ്പൊ CH2 എന്ന് പറഞ്ഞ ഒരേ പ്ലെയിനിലാണെങ്കിൽ ഇങ്ങനെ ഒരേ പ്ലെയിനിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രാഗ്മെന്റ്, CH2ന്റെ ഏതെങ്കിലും ഒരു ഫ്രാഗ്മെന്റ് മറ്റൊന്നിനെ വെച്ചിട്ട് അവർ റൊട്ടേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വെക്കാം. റൊട്ടേഷൻ ഓഫ് വൺ CH2 ഫ്രാഗ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു അതർ, മറ്റൊന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ CH2 ഇവിടെ തന്നെ ഇരുത്തിയിട്ട് ഈ CH2 ഒന്ന് ഞാൻ കറങ്ങി വരാം എന്ന് വിചാരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, ആ പി ഓർബിറ്റൽസിന്റെ മാക്സിമം ഓവർലാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് ഇന്റർഫിയർ ചെയ്യുകയും അങ്ങനെയുള്ള റൊട്ടേഷൻ കാർബൺ ഡബിൾ ബോണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റീസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്ത് ചെയ്യപ്പെടും, ഈ പി ഓർബിറ്റലുകൾ നല്ല ഓവർലാപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ മാക്സിമം പി ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഇവർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പി ഓർബിറ്റലുകൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു തടസ്സം വരും. അങ്ങനെ ഓവർലാപ്പിംഗ് തടസ്സപ്പെടാതിരിക്കാനായിട്ട് ഈ
ഡബിൾ ബോണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? റൊട്ടേഷൻ അനുവദിക്കാറില്ല. ഒരേ പ്ലെയിനിൽ തന്നെ ഇരിക്കുന്ന ഫ്രാഗ്മെന്റുകൾ എന്ത് ചെയ്യാൻ സമ്മതിക്കാറില്ല? റൊട്ടേറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പൊ എന്താണ് പൈ ബോണ്ട് ഫോർമേഷനകത്ത് വരുന്നത്? ഒരു പൈ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് അടുത്തടുത്തുള്ള രണ്ട് ആറ്റങ്ങളുടെ p ഓർബിറ്റലുകളെ നമ്മൾ പാരലലി എന്ത് ചെയ്തു? ഓറിയന്റ് ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരുടെയും സൈഡുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തു. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്ത പൈ ബോണ്ടുകളുള്ള ഈ ആറ്റങ്ങളുടെ മോളിക്യൂളുകൾ ആയിക്കോട്ടെ, അതായത് എല്ലാ ആറ്റങ്ങളുടെയും ഇത്തരത്തിൽ ഫോം ചെയ്ത മോളിക്യൂളുകൾ ഒരേ പ്ലെയിനിലായിരിക്കും കിടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് CH2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഈ മോളിക്യൂള് നമ്മൾ ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താലും അവർ ഒരേ പ്ലെയിനിലായിരിക്കും കിടക്കുക. അപ്പൊ p ഓർബിറ്റല് മ്യൂച്വലി പരസ്പരം എന്താണ്? അവർ പാരലൽ ആണ്. ആൻഡ് ബോത്ത് p ഓർബിറ്റലും മോളിക്യൂളിന്റെ പ്ലെയിനിനെ വെച്ച് നോക്കുമ്പോൾ അവർ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞ ഈ കാര്യം, ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുമേ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് എന്റെ പൊന്നെ ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞ് തലയിറങ്ങി വേണ്ട, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. ആൻഡ് ഇനി ഒരു CH2 ഫ്രാഗ്മെന്റിന്റെ റൊട്ടേഷൻ പോലും എന്തിനെ ബാധിക്കും? മാക്സിമം p ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ്. p ഓർബിറ്റലുകൾ ഇങ്ങനെ നല്ല രീതിക്ക് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവര് വീണ്ടും നല്ല ഇറുകി അവർ ഓവർലാപ്പ് ചെയ്ത് പൈ ബോണ്ട് ഉണ്ടാകണം. അപ്പൊ ഇവരുടെ ഈ ഓവർലാപ്പിന് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ കയറി വന്ന് അതങ്ങ് തടസ്സപ്പെടും. അതുകൊണ്ട് ആ ഒരു ഫ്രാഗ്മെന്റിന്റെ പോലും റൊട്ടേഷൻ അവർ എന്ത് ചെയ്യില്ല? ഈ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന ഡബിൾ ബോണ്ട് കാർബൺ ഫോം ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യില്ല? പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ ആണ്. ഇനി the electron charge cloud of the pi bond is located above and below the plane of bonding atoms. നമ്മൾ ഈ ബോണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആറ്റത്തിന്റെ മുകളിലും താഴെയായിട്ടൊക്കെ ആയിരിക്കും എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇലക്ട്രോൺ ചാർജ് ക്ലൗഡ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ അവർ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ താഴെയും ഈ മുകളിലൊക്കെ ആയിട്ടായിരിക്കും എന്ത് കാണപ്പെടുക? നമ്മുടെ ഈ ഇലക്ട്രോണിന്റെ സാധനങ്ങളൊക്കെ കാണപ്പെടുക. This results in the electrons being easily available to the attacking reagents. അപ്പൊ ഇങ്ങനെ വെറുതെ ബോണ്ട് ചെയ്തിരിക്കുന്നതിന്റെ മുകളിലല്ലേ ഈ ഇലക്ട്രോണുകൾ കാണുന്നത്. അപ്പൊ പിന്നെ എന്താ? പുറത്തുനിന്ന് വരുന്ന ആർക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ഈ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യാം? അറ്റാക്ക് ചെയ്യാം എന്ന രീതിക്കാണ് ഇലക്ട്രോണുകൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ ജനറൽ പൈ ബോണ്ട്സ് പ്രൊവൈഡ് ദി മോസ്റ്റ് റിയാക്റ്റീവ് സെന്റേഴ്സ് ഇൻ ദി മോളിക്യൂൾസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോണ്ട്സ്. അതായത് പൈ ബോണ്ടുകളിലാണ് കൂടുതലും നമുക്ക് റിയാക്റ്റീവ് ആയിട്ടുള്ള സെന്ററുകൾ ഉള്ളത് ഈ പൈ ബോണ്ടുകളിലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മോളിക്യൂൾസിലൊക്കെ ഈ മൾട്ടിപ്പിൾ ബോണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഒരിക്കലും സിംഗിൾ ബോണ്ട് കാർബൺ ഈ സിംഗിൾ ബോണ്ടിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല? പൈ ബോണ്ട് എന്ന് പറയാറില്ല. സിംഗിൾ ബോണ്ടിനെ നമ്മൾ എപ്പോഴും സിഗ്മ ബോണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സിംഗിൾ ആയിട്ടുള്ളവരാണ് സിഗ്മകൾ എന്ന്. അത് തന്നെയാണ് എന്താണ്? സിംഗിൾ ബോണ്ടുകളെയാണ് നമ്മൾ സിഗ്മ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇവർ പൈ ബോണ്ടുകളെക്കാളും അത്യാവശ്യം എന്താണ്? നല്ല സ്ട്രോങ്ങർ ആയിട്ട് അത്ര ഇഴുകി ചേർന്നിരിക്കുന്ന ആൾക്കാരാണ് ഈ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള സിഗ്മ ബോണ്ടുകൾ. എന്നാൽ ഈ സിംഗിൾ ബോണ്ട് വിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതിപ്പോ ഡബിൾ ബോണ്ട് ആയിക്കോട്ടെ ട്രിപ്പിൾ ബോണ്ട് ആയിക്കോട്ടെ, ഇങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ടുകൾ വരുന്ന സമയത്താണ് എന്ത് രൂപപ്പെടുന്നത്? പൈ ബോണ്ടുകൾ വരുന്നത്. അതിൽ ഈ സിംഗിൾ ബോണ്ട് അവിടെയും എന്ത് തന്നെ? ഒരു ബോണ്ട്, ഈ രണ്ട് ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉള്ളതിലും ഒരു ബോണ്ട് ആയിട്ടുള്ളത് സിംഗിൾ ബോണ്ട്. അപ്പൊ ആ സിംഗിൾ ബോണ്ട് അവിടെ എന്ത് തന്നെയാണ്? സിഗ്മയാണ്. ബാക്കി വരുന്ന ബോണ്ടാണ് പൈ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാലും ഇതിൽ ഒരു ബോണ്ട് സിഗ്മയായിരിക്കും, ബാക്കി വരുന്ന ഈ രണ്ട് ബോണ്ടുകളും എന്താണ്? ഇതൊരു പൈ ബോണ്ട്, ഇതൊരു പൈ ബോണ്ട്, അങ്ങനെ പറയാം. അപ്പൊ ഈ സിഗ്മ ബോണ്ടിനെക്കാളും കുറച്ചും കൂടെ വീക്കാണ് പൈ ബോണ്ടുകൾ. അതുകൊണ്ടാണ് ഈ മാക്സിമം ഇവർ എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഓവർലാപ്പ് ചെയ്യേണ്ടി വരുന്നത്. കാരണം അവർ പെട്ടെന്ന് വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവരുടെ മാക്സിമം ഓവർലാപ്പിംഗ് ഇല്ലാതാക്കുന്ന രീതിക്ക് ഈ ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ ഈ കാർബൺ അപ്പുറത്ത് ചാടി പോകണം, ഈ കാർബൺ ഇപ്പുറത്ത് റൊട്ടേറ്റ് ചെയ്ത് വരണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാത്തത്. ഇനി പൈ ബോണ്ടുകൾ എന്താണ്? കൂടുതൽ റിയാക്റ്റീവ് സെന്റേഴ്സുകളാണ് അല്ലെ? നമ്മൾ പറഞ്ഞു പൈ ബോണ്ട് ഉണ്ടാകുന്നതിന്റെയും ഏറ്റവും മുകളിലും താഴേക്കാണ് ഈ ഇലക്ട്രോണുകൾ കാണുന്നത്. അപ്പൊ പൈ ബോണ്ട് ഇതല്ലേ, അല്ലാതെ ഉള്ള ബാക്കി പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോണുകൾ അങ്ങ് അറ്റാക്ക് ചെയ്ത് ഓരോ ബോണ്ടുകൾ ഉണ്ടാക്കാം. അങ്ങനെ ബോണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, അല്ലാതെ വീണ്ടും ബോണ്ടുകൾ ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെയാണ്. അപ്പൊ ഇലക്ട്രോൺ ചാർജ് ക്ലൗഡുകൾ ഒരു പൈ ബോണ്ടിന്റെ മുകളിലത്തെ പ്ലെയിനിലും താഴെയൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ടിൽ നിന്നും വെളിയിലായിട്ട് മുകളിലും താഴെയൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള റിയേജന്റുകൾക്ക് എന്താ? പെട്ടെന്ന് ഈ ഒരു ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു, പെട്ടെന്ന് ഈ ഇലക്ട്രോണുകൾ കിട്ടുന്നു. അപ്പൊ ഇലക്ട്രോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അവർക്കും ബോണ്ടുകൾ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ? മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി, അല്ലെങ്കിൽ പൈ ബോണ്ടുകൾ, അങ്ങനെയാണ് മൾട്ടിപ്പിൾ ബോണ്ടുകളൊക്കെ ഓരോ മോളിക്യൂളിനകത്തും നമ്മൾ കാണുന്നത്. എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അടുത്ത് മനസ്സിലാക്കാം. എത്ര സിഗ്മ പൈ ബോണ്ടുകളാണ് ഈ താഴെ പറയുന്ന ഓരോ മോളിക്യൂളിനകത്തും ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര സിഗ്മ പൈ ബോണ്ടുകളാണ് ഉള്ളത്? ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
സിഗ്മ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബണിനിടയിലുള്ള ആ സിംഗിൾ ബോണ്ടുകളെയാണ് നമ്മൾ സിഗ്മ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ ഇടയിലുള്ള ഒരു ബോണ്ടിനെയാണ് നമ്മൾ പൈ ബോണ്ട് എന്ന് പറയുന്നത്. അടുത്ത ഹൈഡ്രജൻ അതായത് ഈ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് കാണിക്കുന്ന കാർബൺ ഇടയിലുള്ളതാണ് അടുത്തൊരു തരത്തിലുള്ള പൈ ബോണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടെ കാർബൺ കാർബണിനിടയിലുള്ള സിഗ്മ ബോണ്ടാണ് നോക്കുന്നത്. സോറി, ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ, അതായത് രണ്ട് കാർബണിനിടയിലുള്ള ഒരു സിംഗിൾ ബോണ്ട്, അത് കാണിക്കുന്നതാണ് ഇത് സിഗ്മ ബോണ്ട്. അവരാണ് സിഗ്മ ബോണ്ട് സൂചിപ്പിക്കുന്ന ആൾക്കാർ. അതുപോലെ ഈ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, അവിടെയും ഒരു സിംഗിൾ ബോണ്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ കാർബണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോഴും അവർക്കിടയിലും ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, അതും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതെന്ത് തന്നെയാണ്? സിഗ്മ തന്നെയാണ്. അതിപ്പോ കാർബണും തന്നെ ആവണമെന്നില്ല. കാർബണും ഹൈഡ്രജൻ ഇടയിൽ ഒരു സിംഗിൾ ബോണ്ട് ആയാലും അത് സിഗ്മ ബോണ്ടാണ്. ഇനി കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ ഇടയിലുള്ള ബോണ്ട് ഏതാണ്? അതൊരു പൈ ബോണ്ട് വരും. ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും വരും. ഇനി കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ അത് ഒരു സിഗ്മയും രണ്ട് പൈ ബോണ്ടും വരും. ഓക്കെയാണ്. അപ്പൊ കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ, അതായത് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ എന്ന രീതിക്ക് വല്ലതും കിടന്നാൽ രണ്ട് കാർബൺ അതിനിടയിൽ ഒരു സിംഗിൾ ബോണ്ടാണ്. അപ്പൊ ഏത് ബോണ്ട്? സിഗ്മ. ഇനി കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്, ഇവിടെ കാർബൺ അല്ല ഹൈഡ്രജനോ ആയിക്കോട്ടെ, പക്ഷെ അവർക്കിടയിൽ ബോണ്ട് ഏതേ ഉള്ളൂ? സിംഗിളേ ഉള്ളൂ. അതുകൊണ്ട് അതും എന്താണ്? സിഗ്മ. ഇനി കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ എന്താണ്? സിംഗിൾ ബോണ്ട് മാത്രമല്ല ഡബിൾ ബോണ്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ബോണ്ടിനെ സിഗ്മ എന്നും കൊടുക്കാം, ഒരു ബോണ്ടിനെ പൈ ബോണ്ട് എന്നും കൊടുക്കാം. ഇനി അടുത്ത് കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ വരുമ്പോ എന്താണ് വരുന്നത്? ഒരു ബോണ്ട് സിഗ്മയും രണ്ട് ബോണ്ട് എന്താണ്? പൈയുമാണ് വരുന്നത്. അപ്പൊ ഇതിലെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ HC എന്ന് പറഞ്ഞ് കിടക്കുന്നതിനെ ഞാൻ തിരിച്ചെഴുതുന്നു. അതായത് HC എന്ന് പറയുന്നതിനെ ഞാൻ CH എന്ന് പറഞ്ഞ് എഴുതുവാണ്. ഇങ്ങനെ തന്നെയാണ് അവരിങ്ങനെ തിരിച്ചെഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇവർക്കിടയിലുള്ള ട്രിപ്പിൾ ബോണ്ട് ഞാൻ അതുപോലെ കൊടുക്കുന്നു. അടുത്ത കാർബൺ ഇതാണ്, ഈ കാർബണേയും ഞാൻ അതുപോലെ എടുത്തെഴുതുന്നു. ഈ CCH എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ആ ഒരു ബോണ്ടിനെയും ഞാൻ അടുത്തെടുത്ത് എഴുതുന്നു. അടുത്തുള്ള കാർബണെ അടുത്തെഴുതി, ഹൈഡ്രജൻ അടുത്തെഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത കാർബണെ എഴുതി. ഇവിടെയും ഇങ്ങനെ CH ഇങ്ങനെ വരില്ല. ഇവിടെയും ഈ ഒരു CH കഴിഞ്ഞ് ഒരു ബോണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ CH എഴുതുന്നു, അടുത്ത ബോണ്ട് കൊടുക്കുന്നു, വീണ്ടും CH3 എഴുതുന്നു. ഈ കാര്യത്തിനെ ഞാൻ ഇങ്ങനെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ബോണ്ടിന്റെ സിഗ്മ ബോണ്ട് എന്നും, രണ്ട് ഡബിൾ ബോണ്ട് വരുമ്പോൾ അതിൽ ഒരു ബോണ്ട് സിഗ്മയും ഒരു ബോണ്ട് പൈ എന്നും, ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ഒരു ബോണ്ട് സിഗ്മയും രണ്ട് ബോണ്ട് പൈ എന്നും പറഞ്ഞു. എങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും സിഗ്മ എത്ര പൈ എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്നും പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഇങ്ങനത്തെ രീതിക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇതിനെ ഞാൻ സ്ട്രക്ചർ ആയിട്ട് ഒരു ബോണ്ട് സ്ട്രക്ചർ ആയിട്ട്, ലൈനിന്റെ ആ ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല്, ആദ്യം നിങ്ങൾ ഈ കാർബൺ കണ്ടു, കാർബണിന്റെ അടുത്ത് ഹൈഡ്രജൻ കണ്ടു. കാർബൺ ഈ CH എന്ന് എഴുതിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജനുമായിട്ട് ഒരു ബോണ്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇതുപോലെ നമ്മൾ വരയ്ക്കുന്ന ബോണ്ട് എവിടെയും ഉണ്ട്, ഈ കാർബണും ഹൈഡ്രജൻ ഇടയിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടൻസ്ഡ് ആയിട്ട് ഒരു കണ്ടൻസ്ഡ് ഫോമിലല്ല, ഒരു ഫോർമുല നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് കാണിക്കാറില്ല? കാർബൺ ബോണ്ട് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത് കാണിക്കാറില്ല. അതിനെ CH എന്നേ കാണിക്കാറുള്ളൂ. ഈ CH എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നാണ്? ആ കാർബണും ഹൈഡ്രജനും തമ്മിൽ നമ്മൾ സാധാ ഇടയ്ക്ക് വരയ്ക്കുന്ന ബോണ്ട് പോലൊരു ബോണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഈ കാർബൺ അത് കഴിഞ്ഞ് ഹൈഡ്രജൻ വന്നിരിക്കുന്നു. അപ്പൊ ഹൈഡ്രജനെ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് ഒരു ബോണ്ട് കൊടുത്ത് സൂചിപ്പിച്ചു. അപ്പൊ നമ്മൾ എത്രയും എഴുതി? നമ്മളിതേ ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് വരുന്നത് 3 ട്രിപ്പിൾ ബോണ്ട്, ഒരു ട്രിപ്പിൾ ബോണ്ടാണ്. അതിനെ ഞാൻ ഇങ്ങനെ ട്രിപ്പിൾ ബോണ്ട് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ട്രിപ്പിൾ ബോണ്ടും കഴിഞ്ഞു, ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേ സിയിലോട്ടാണ് വരുന്നത്. വീണ്ടും ഞാനൊരു C കൊടുത്തു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, കാർബണിന് 4 വാലൻസി, അതായത് അതിന്റെ ചുറ്റും 4 ബോണ്ടേ വരാൻ പാടുള്ളൂ. അപ്പൊ ഈ കാർബണ് ഇതിന് കൊടുത്ത് ഇവിടെ ഒരു ബോണ്ടായി, പിന്നെ ഇതിന് 3 ബോണ്ടായി. അടുത്ത് നമുക്കറിയാം, ഇങ്ങനെ 2 കാർബണുകൾക്കിടയിൽ ഒരു ബോണ്ട് വന്നാൽ അതിനർത്ഥം ആ ബോണ്ട് അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന 2 കാർബണിനും ബാധകമാണ്. അതായത് ഈ ബോണ്ടിന് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ബോണ്ട് തന്നെ ഈ കാർബണിനും ബാധകമാണ്, ഈ കാർബണിനും ബാധകമാണ്. 2 കാർബണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബോണ്ട് ബാധകമാണ്. അപ്പൊ ഈ കാർബണിന് ഓൾറെഡി ഇവിടെ ഒരു ബോണ്ടായി. ഇനി ഈ 3 ബോണ്ടും കൂടെ ആകുമ്പോൾ ഈ കാർബണിന്റെ 4 വാലൻസി കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത കാർബണിന് ഓൾറെഡി ഇവിടെ 3 ബോണ്ടായി. ഇനി അടുത്ത എത്ര? ഒരു ബോണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബോണ്ട് കൊടുത്ത് വീണ്ടും ഹൈഡ്രജൻ എഴുതാനൊന്നും പറ്റില്ല. എങ്കിൽ അടുത്ത കാർബണെ കണക്ട് ചെയ്യാൻ വേറെ ബോണ്ട് ഇല്ലാതായി പോവും. അതുകൊണ്ട് ആ ബോണ്ടിനെ അടുത്ത് ഞാൻ കാർബൺ കണക്ട് ചെയ്യാനായിട്ട് എഴുതി.
ഇനി ഇപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാതെ പുതിയതായിട്ട് വരുന്ന ഒരാൾക്കുണ്ടാകുന്ന ഡൗട്ട് ആയിരിക്കും ഇവിടെ ഹൈഡ്രജൻ പെട്ടെന്ന് അങ്ങ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം CH എന്നൊരു ഭംഗിക്ക് എഴുതുന്നതല്ല. C എപ്പോഴും ഹൈഡ്രജനുമായിട്ട് ഒരു ബോണ്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഈ ബോണ്ടിനെ അവിടെ കാണിക്കാതെ നമ്മൾ CH എന്ന് എഴുതുന്നേ ഉള്ളൂ. ശരിക്കും ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഈ ബോണ്ട് ആകുമ്പോൾ തന്നെ കാർബണിന്റെ ഒരു വാലൻസി എവിടെ പോയി? ഇനി 3 എണ്ണമേ ഉള്ളൂ. അപ്പൊ ഈ കാർബണ് ഇവിടെ 3 വാലൻസി ഓൾറെഡി തീർന്നു. ഇനി ഒരു H കൂടെ ഇട്ടാൽ അതിനർത്ഥം ആ H ഇട്ട് അവിടെ ആ 4 വാലൻസിയും തീർന്നെന്നാണ്. പിന്നെ ഇങ്ങോട്ട് അടുത്ത കാർബണിനെ ജോയിൻ ചെയ്യാൻ ഇവിടെ നിന്ന് ഒരു ബോണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ അങ്ങനെ ഒരു H എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ നോക്കിക്കോ. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ആദ്യം ഒരു ആദ്യം ഒരു C കൊടുത്തു, പിന്നെ അതിന് H കൊടുത്തു, പിന്നെ അവർക്കിടയിലുള്ള ഒരു ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ കൊടുത്തു, പിന്നെ അടുത്ത് കാർബൺ. അപ്പൊ ഓൾറെഡി കാർബൺ ഇവിടെ 3 ബോണ്ട് ആയി. ഇനി ഒരു ബോണ്ടേ ഉള്ളൂ. ആ ഒരു ബോണ്ടിനെ അടുത്ത കാർബണുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി വേണം ഉപയോഗിക്കാൻ. അപ്പൊ ആ ബോണ്ട് ഇട്ടു, അടുത്ത കാർബണും എഴുതി. അപ്പൊ എത്ര കഴിഞ്ഞു? ഈ ഒരു കാർബണിന്റെ കാര്യവും കഴിഞ്ഞ് നമ്മൾ ഏതൊക്കെയാണ് ഇപ്പൊ എഴുതിയത്? ആദ്യത്തെ കാർബണും ഹൈഡ്രജനും ബോണ്ട് ചെയ്ത് മാറ്റി, പിന്നെ ട്രിപ്പിൾ ബോണ്ടിന്റെ കാര്യം മാറ്റി, അത് കഴിഞ്ഞ് അടുത്ത കാർബൺ എഴുതി, പിന്നെ അടുത്തൊരു സിംഗിൾ ബോണ്ട് CH. അപ്പൊ ഇനി ഏതാ വരേണ്ടത്? അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ഇത്രയും കഴിഞ്ഞു. കാർബണും ഹൈഡ്രജനും പിന്നെ ഒരു ട്രിപ്പിൾ ബോണ്ടും കഴിഞ്ഞത് ഞാൻ ഇവിടെ വെട്ടിയിടുവാണ്. ഇനി അടുത്ത് നിങ്ങൾ ഈ കാർബണും അവിടെ വരച്ചു കഴിഞ്ഞു. ആ കാർബൺ വരച്ചു, അത് ഞാൻ മാറ്റി. അടുത്ത ഒരു സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു സിംഗിൾ ബോണ്ട് വരുന്നുണ്ട്. ഇവിടെ C ഉണ്ട്, ഇവിടുത്തെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി വീണ്ടും ഇവിടെ ഒരു H ഉണ്ട്. കാരണം ഇവിടെ CH ആണ്. അപ്പൊ H-ഉമായിട്ട് കാർബൺ ബോണ്ടിങ്ങിലുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഇപ്പൊ ആലോചിച്ച് നോക്കുക. ഇവിടെ കാർബണ് ഞാനിവിടെ ഒരു ബോണ്ട് കൊടുത്തു, ഇവിടെ ഒരു ബോണ്ട് കൊടുത്തു. അപ്പൊ ഇനി കാർബൺ എത്ര ബോണ്ട് ബാക്കിയുണ്ട്? 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പൊ 2 എണ്ണത്തിന് ഇവിടെ അങ്ങ് ഇടുക. അത് കഴിഞ്ഞ് അടുത്തൊരു CH ഉണ്ട്, ആ C കൊടുക്കുക, അടുത്ത H-ഉമായിട്ട് ബോണ്ട് ചെയ്യുക. ഇനി ഇവിടെ ഓൾറെഡി ഒരു ബോണ്ടായി, ഇവിടെ 2 എണ്ണമായി. ഇനി ഈ കാർബൺ എത്ര കൂടെ ഉള്ളൂ? 1 കൂടെ ഉള്ളൂ. ആ 1 കൂടെ ഇട്ട് കൊടുക്കുക, അടുത്ത കാർബൺ എഴുതുക. ഈ കാർബൺ അവസാനിക്കുന്ന കാർബണാണ്. ഈ കാർബൺ ഇനി വേറെ ഒരു ബോണ്ട് കൊടുക്കാനൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? കാർബൺ ഓൾറെഡി ഇവിടെ ഒരു ബോണ്ടായി. ഇനി ബാക്കി ബോണ്ടൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആ 4 ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഹൈഡ്രജനെ തന്നെ 3 എണ്ണം ഇട്ട് കൊടുത്തു. ഹൈഡ്രജനെ 3 എണ്ണം ഇട്ട് കൊടുത്തു എന്ന് വെച്ചാൽ ഹൈഡ്രജനെ തന്നെ ഞാൻ 3 ബോണ്ട് ഇട്ട് അങ്ങ് വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു കണ്ടൻസ്ഡ് ഫോർമുല കിട്ടുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ അത് ഞാൻ പറയാം. ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? CH-നെ തിരിച്ചിട്ടു, നടുക്കുള്ള ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ എഴുതി, കാർബൺ കഴിഞ്ഞ് വീണ്ടും ഒരു CH, വീണ്ടും ഒരു ഡബിൾ ബോണ്ട്, വീണ്ടും ഒരു CH, വീണ്ടും ഒരു സിംഗിൾ ബോണ്ട്, വീണ്ടും ഒരു CH3 ഇങ്ങനെ എഴുതി. ഇതിനെയാണ് ഞാൻ സ്ട്രക്ചറിലോട്ട് മാറ്റി എഴുതിയത്. ആദ്യം ഞാൻ കാർബൺ വരച്ചു. കാർബൺ 4 വാലൻസിയാണ് വേണ്ടത്. അതിൽ ഒരു വാലൻസി, അതായത് ഒരു ബോണ്ട് ഇട്ട് കൊടുത്ത് ഞാൻ ഹൈഡ്രജനെ, ഇതിന്റെ ഈ ഹൈഡ്രജനെ എഴുതി. CH എന്ന് കൊടുത്തിരിക്കുന്നത് വെറുതെ CH എന്ന് എഴുതിയിരിക്കുന്നതല്ല, കാർബണും ഹൈഡ്രജനും തമ്മിൽ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഓൾറെഡി ഞാൻ ഈ കാർബണെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യിപ്പിച്ച് ഒരു വാലൻസി തീർത്തു. ഇനി എനിക്ക് 3 എണ്ണമേ ഉള്ളൂ. ആ 3 എണ്ണത്തിനെ ഞാൻ ഈ 3 ബോണ്ടിലായിട്ട് കൊടുത്തു. അടുത്ത കാർബൺ എഴുതി. ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെയും അവകാശമാണ്. അപ്പൊ ഈ കാർബൺ ഓൾറെഡി 3 ബോണ്ട് ഇവിടെ ആയി. ഇനി ഒരു ബോണ്ട് കൂടെ ഉള്ളൂ. ആ ബോണ്ടിനെ അടുത്ത കാർബണുമായി ലിങ്ക് ചെയ്യിപ്പിക്കാനേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ബോണ്ട് ഇട്ട് കൊടുത്തു, അടുത്ത കാർബൺ ആയി. ഈ കാർബണിന്റെ കൂടെ ഇവിടെ ഒരു H ഉണ്ട്. വെറുതെ H ഇട്ട് കൊടുക്കാൻ പറ്റോ? ഇല്ല, ബോണ്ട് ചെയ്ത് H ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാർബൺ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന്റെ ഇപ്പുറത്തോട്ട് ഒരു ബോണ്ടായി, ഇപ്പുറത്തോട്ട് ഒരു ബോണ്ടായി. അതായത് മൊത്തം 2 വാലൻസ് തീർന്നു. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. അപ്പൊ ഇനി 2 എണ്ണം ഇട്ട് കൊടുക്കാൻ വേറെ ഹൈഡ്രജനും അവർ തന്നിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ആ 2 ബോണ്ടിനെയും ഇതിനടുത്തുള്ള 2 ബോണ്ടായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അടുത്ത് വീണ്ടും ഞാൻ ഒരു കാർബൺ വരച്ചു. ഈ കാർബണിന്റെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി 2 ബോണ്ട് ആയി കഴിഞ്ഞു. ഇനി ഇവർക്ക് 2 എണ്ണമേ പറ്റുള്ളൂ. അപ്പൊ ആ 2 എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു H വരച്ച് ഒരു ബോണ്ട് ഇട്ട് കൊടുത്തു. അപ്പൊ 3 എണ്ണമായി. ഇനി അടുത്ത കാർബണുമായിട്ട് അവർക്ക് ലിങ്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതിന് വേണ്ടി ഒരു ബോണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. അടുത്ത കാർബണും വരച്ചു. അടുത്ത കാർബണിന്റെ എന്താ? ഈ കാർബണോടെ തീർന്നു. ഇനി അടുത്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടി ബോണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ 3 ബോണ്ടും എന്ത് ചെയ്യാം? ഹൈഡ്രജനായിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് അവർ തീർത്തു. അപ്പൊ ഇനി 3 എണ്ണമേ ഈ കാർബണിനുള്ളൂ. അപ്പൊ ഈ കാർബണിന്റെ 3 ബോണ്ടിനെ ഞാൻ ഇവിടെ ഹൈഡ്രജനായിട്ട് വരച്ചങ്ങ് ഇട്ട് കൊടുത്താണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. എന്താണ് ഈ സ്ട്രക്ചർ? ഈ സ്ട്രക്ചറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഞാനൊന്ന് മാറ്റി വരയ്ക്കാൻ പോവാണേ സ്ട്രക്ചറിനെ. CH ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട് C, H ഡബിൾ ബോണ്ട് C, H സിംഗിൾ ബോണ്ട് C, പിന്നെ ഒരു
3H. ഓക്കെ, ഇനി ഇതില് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത്. കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ, അതായത് സിംഗിൾ ബോണ്ടാണ്, അതായത് ഇവിടെ സിഗ്മയാണ് നോക്കുന്നത്. അത് എത്ര എണ്ണമെന്ന് എനിക്ക് അറിയണം. ഇനി കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ, ഇത് കാർബൺ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്താലും ഇവർക്കിടയിൽ സിംഗിൾ ബോണ്ടാണ്, അതായത് സിഗ്മ ബോണ്ടാണ്. അത് എത്രയാണെന്ന് എനിക്കറിയണം. ഇനി കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇതിനിടയിലുള്ള പൈ ബോണ്ട് എത്രയാണ് എന്ന് എനിക്കറിയണം. കാരണം ഇതിൽ ഒരു ബോണ്ട് സിഗ്മയാണ്. അത് ഓൾറെഡി നമ്മൾ ഇവിടെ കാർബൺ ഇത് രണ്ടിലും ആ സിഗ്മ കാൽക്കുലേറ്റ് ആയി പോകും. പിന്നെ വേണ്ടത് രണ്ടാമത്തെ പൈ ബോണ്ട് മാത്രമേ വേണ്ടൂ. പിന്നെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ, അതിലും ഏതാണ് പൈ ബോണ്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കാർബൺ സിംഗിൾ ബോണ്ടിലുള്ള എത്രയാണ് കാർബൺ സിംഗിൾ ബോണ്ട് കാർബണിനകത്തുള്ള സിഗ്മ നോക്കാം. ഇവിടെ ഈ കാർബണും കാർബണിനും ഇടയിൽ ബോണ്ട് ഉണ്ട്. ഞാൻ ഇതിനെ സൂചിപ്പിക്കാൻ ഈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ കാർബണിനും ഇടയിൽ ഇവിടെ 3 ബോണ്ട് ഉണ്ട്. നമുക്കറിയാം 3 ബോണ്ടാണ് വരുന്നതെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ബോണ്ടാണ് വരുന്നതെങ്കിൽ അതിലെ ഒരു ബോണ്ട് സിഗ്മ ആയിരിക്കും, ഒരു ബോണ്ട് പൈ ആയിരിക്കും, വീണ്ടും ഒരു ബോണ്ട് പൈ, അങ്ങനെ ടോട്ടൽ 2 ബോണ്ട് പൈയും ഒരു ബോണ്ടാണ് എന്ത് സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്തും ഒരു ബോണ്ട് എന്തായിരിക്കും സിഗ്മ ആയിരിക്കും, 2 ബോണ്ട് പൈ. അപ്പൊ കാർബണിനിടയിലുള്ള ഒരു ബോണ്ട് സിഗ്മ. അപ്പൊ ഞാൻ അതിനിടയിലുള്ള ഒരു ബോണ്ടിനെ എടുത്തു. ഇനി അടുത്ത് വീണ്ടും കാർബണിനിടയിലുള്ള ബോണ്ട് നോക്കാം. ഇവർക്കിടയിൽ ഒന്നേ ഉള്ളൂ, അപ്പൊ സിംഗിൾ ബോണ്ടാണ്, ഉറപ്പായും സിഗ്മ ആയിരിക്കും. ഇനി അടുത്ത കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. അപ്പൊ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് പറഞ്ഞ പോലെയാണ് ഡബിൾ ബോണ്ട്. 2 ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ 1 സിഗ്മയും 1 പൈയും ആയിരിക്കും. അപ്പൊ കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന് ഇടയിലുള്ള ഒരു ബോണ്ടിനെ ഞാൻ സിഗ്മ എടുത്തു. അടുത്ത് വീണ്ടും കാർബൺ ബോണ്ട് ഉണ്ട്, അവർക്കിടയിൽ ഒരു ബോണ്ടേ ഉള്ളൂ, സിഗ്മ ബോണ്ട്. അപ്പൊ കാർബൺ സിംഗിൾ ബോണ്ട് കാർബണിലുള്ള സിഗ്മ ബോണ്ടുകളുടെ എണ്ണം ഇവിടെ എത്രയാന്ന് നമുക്ക് കണ്ടുപിടിച്ചു. 1, 2, 3, 4. അപ്പൊ എത്രയാ? 4 ആണ് കാർബൺ സിംഗിൾ ബോണ്ട് കാർബണിലെ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം. ഇനി അടുത്ത് കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജനിലെ സിഗ്മ ബോണ്ടുകൾ നോക്കാം. ഇവിടെ കണ്ടോ, കാർബണും ഹൈഡ്രജനും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടാണുള്ളത്. അപ്പൊ അവിടെ 1 ആയി. ഇനി കാർബണും ഹൈഡ്രജനും തമ്മിൽ അടുത്ത സിംഗിൾ ബോണ്ട്, അടുത്ത സിംഗിൾ ബോണ്ട്, അടുത്ത സിംഗിൾ ബോണ്ട്, അടുത്ത സിംഗിൾ ബോണ്ട്, അടുത്ത സിംഗിൾ ബോണ്ട്. അപ്പൊ ഇത്രയായപ്പോ എത്രയായി? മൊത്തം 6 ബോണ്ടായി. ഓക്കെ, മൊത്തം 6 ബോണ്ടായി. ഇതിനിങ്ങനെ സൂചിപ്പിക്കാനായിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുത്തു. കാർബണും ഹൈഡ്രജനും ഇടയിൽ ഇവിടെ ഒരു ബോണ്ട്, കാർബണും ഹൈഡ്രജനുടെ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, കാർബൺ ഹൈഡ്രജനുടെ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, കാർബണും ഹൈഡ്രജനുടെ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, കാർബണും ഹൈഡ്രജനുടെ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഇത് ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്. അപ്പൊ മൊത്തം എത്ര സിംഗിൾ ബോണ്ടാണ്? 1, 2, 3, 4, 5, 6 സിംഗിൾ ബോണ്ടായി. അപ്പൊ ഇതിന്റെ 6 സിംഗിൾ ബോണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലെ പൈ ബോണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പൈ ബോണ്ട് ഞാൻ പർപ്പിൾ എടുത്തു. പർപ്പിൾ ആണോ വയലറ്റോ പർപ്പിളോ എക്സ് ഓർ വൈ നമുക്ക് നോക്കാം. അപ്പൊ ഇതില് കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലെ പൈ ആണ് നമുക്ക് വേണ്ടത്. കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലെ പൈ. അപ്പൊ കാർബൺ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുമ്പോഴേ ഇവിടെ പൈ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ നമുക്ക് വേണ്ട പൈന്റെ കാർബൺ. ഇതില് ഓൾറെഡി ഞാൻ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത് ആര് കൊണ്ടുപോയി? സിഗ്മ കൗണ്ട് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ ഇനി ബാക്കി ഒരാളെ ഉള്ളൂ, അതാണ് ആരവിടത്തെ പൈ ബോണ്ട് എന്ന് പറയുന്നത്, അതായത് 1. അപ്പൊ ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലെ പൈ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. കാരണം ഒരു സിംഗിൾ ബോണ്ട് സിഗ്മയ്ക്കും ഒരു സിംഗിൾ ബോണ്ട് പൈക്കുമാണ് അവിടെ കൊടുക്കേണ്ടത്. ഡബിൾ ബോണ്ട് വരുമ്പോൾ ഒരു ബോണ്ട് സിഗ്മയ്ക്കും ഒരു ബോണ്ട് പൈക്കും. ഈ ഡബിൾ ബോണ്ടിൽ ഓൾറെഡി ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ സിഗ്മയ്ക്ക് കൊടുത്തതാണ്. അപ്പൊ ഇനി ബാക്കിയുള്ളത് ആരായിരിക്കും? പൈ ആയിരിക്കും. അടുത്ത് കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബണിലെ പൈ ബോണ്ട് എത്ര? കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബണിലെ പൈ ബോണ്ട് എത്ര? അപ്പൊ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിൽ ഓൾറെഡി ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന 1 ആര് കൊണ്ടുപോയി? സിഗ്മ കൊണ്ടുപോയി. ബാക്കി 2 എണ്ണം ഉണ്ട്. നമ്മൾ പറഞ്ഞു ട്രിപ്പിൾ ബോണ്ടിൽ ഒരു സിഗ്മയും 2 പൈയും ആണ്. അപ്പൊ ബാക്കി 2 എണ്ണം ആർക്ക് തന്നെ? പൈക്ക് തന്നെ. അപ്പൊ ഈ 2 എണ്ണം ആർക്ക് പോവും? അതും പൈക്ക് പോവും. അപ്പൊ ഇവിടെ എത്രയാണ്? 2 പൈ. ഓക്കെ ആണല്ലോ. ഇത് എങ്ങനെയാണ്? അപ്പൊ ഇത് കണ്ടല്ലോ, സിഗ്മ കാർബൺ സിംഗിൾ ബോണ്ട് കാർബണിലെ 4 എണ്ണം നമുക്ക് ഇവിടെ കിട്ടിയതും എത്ര തന്നെയാണ്? 4 എണ്ണം എന്താ കിട്ടി. അടുത്ത് കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജനിൽ നമുക്ക് എത്ര കിട്ടി? 6 എണ്ണം. അവർക്കും 6 എണ്ണം. പൈ ഡബിൾ ബോണ്ട് കാർബണിൽ നമുക്ക് എത്ര എണ്ണം? 1. അടുത്ത് പൈ ട്രിപ്പിൾ ബോണ്ട് കാർബണിൽ എത്ര എണ്ണം? 2. നമുക്കും 2. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സാധനത്തിൽ നിന്നും എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ശരി, എങ്കിൽ അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ടല്ലോ, ബി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം. അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ തറവാവും. എന്നിട്ട് ഒന്നും കൂടെ വീണ്ടും 2 അത് പറയാം. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ എഴുതിയ ഒരു ഫോർമുലയിലോട്ട് മാറ്റി എഴുതുമ്പോൾ CH2 എന്ന് എഴുതാം. അതേപോലെ അവർക്കിടയിലുള്ള ഡബിൾ ബോണ്ട് അതേപോലെ എഴുതി, കാർബൺ അതേപോലെ എഴുതി, വീണ്ടും ഒരു ഡബിൾ ബോണ്ട് അതേപടി എഴുതി, വീണ്ടും
ഒരു CH എഴുതി, വീണ്ടും ഒരു CH3 എഴുതി. ഇനി നമുക്ക് ഇനി എങ്ങനെ സ്ട്രക്ചറിലോട്ട് മാറ്റാമല്ലോ. അപ്പൊ ഞാൻ ഇത് എഴുതി കാണിച്ചിട്ട് അതിന് താഴെ തന്നെ സ്ട്രക്ചർ കൊടുക്കുകയാണ്. അതിന് വേണ്ടി മായ്ക്കുവാണേ. ആദ്യം ഞാൻ കാർബൺ കൊടുത്തു. ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. അതിനർത്ഥം കാർബൺ 2 ഹൈഡ്രജനുമായി ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ മുകളിൽ ഒരു ഹൈഡ്രജൻ വരച്ചു, താഴെ ഒരു ഹൈഡ്രജൻ വരച്ചു. അപ്പൊ കാർബണ് ഓൾറെഡി 2 ബോണ്ടിങ് ആയി കഴിഞ്ഞു. ഇനി എത്ര ബോണ്ടേ ഉള്ളൂ? ഇനി 2 ബോണ്ട് വേണം. ഇത് സത്യം പറഞ്ഞാൽ ബേസ് അത്രയ്ക്കും അറിയാത്ത ഒരാൾ പോലും എങ്ങനെയെങ്കിലും മനസ്സിലാക്കി വരാനാണ് ഞാൻ വീണ്ടും ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, വീണ്ടും അത്രയും ലോ ലെവലിൽ പറയുന്നത്. ഇത് ഓൾറെഡി അറിയാം എന്നുള്ള ആൾക്കാണെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടി എന്ത് ചെയ്യുക, കുറച്ചും കൂടെ സ്പീഡിലൊക്കെ ഇട്ട് നിങ്ങൾ അങ്ങ് കണ്ടുപൊക്കോളാം. അത് അറിയാത്ത ആൾക്കാർ നമ്മൾ അവരെയും പരിഗണിച്ചല്ലേ നമുക്ക് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ കാർബൺ എന്താണ്? 2 ഹൈഡ്രജൻ ബോണ്ടുകൾക്ക് 2 ബോണ്ട് ഓൾറെഡി കൊടുത്തു. ഇനി 2 എണ്ണേ ഉള്ളൂ. ആ 2 എണ്ണത്തിനെയാണ് നമ്മളിവിടെ 2 ഡബിൾ ബോണ്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത കാർബൺ വരച്ചു. ഈ കാർബൺ ഓൾറെഡി ഇവിടെ 2 ഡബിൾ ബോണ്ട് ആയി. അപ്പൊ ഇനി 2 ബോണ്ട് കൂടെ പാടുള്ളൂ. ആ കാർബൺ നമ്മുടെ ഫോർമുലയിൽ നമ്മൾ എഴുതി, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരിടത്തും തന്നെ H കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നില്ല. അത് കഴിഞ്ഞ ഉടനെ ഒരു ഡബിൾ ബോണ്ട് കാണുന്നുണ്ട്. അപ്പൊ അതുപോലൊരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ തന്നെ ഈ കാർബണിന്റെ 4 വാലൻസ് തീർന്നു. ഇപ്പുറത്ത് 2 എണ്ണം, ഇപ്പുറത്ത് 2 എണ്ണം, 4 എണ്ണം തീർന്നു. അടുത്ത കാർബൺ ഇട്ട് കൊടുക്കുക. ഈ കാർബൺ ഓൾറെഡി ഇവിടെ 2 ബോണ്ടായി. ഇനി 2 എണ്ണമേ പാടുള്ളൂ. ആ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അടുത്ത കാർബണുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒന്നാണ്, മറ്റത് ഹൈഡ്രജന് ആരായിട്ട് വേണമെങ്കിലും ബോണ്ട് ചെയ്യാം. അപ്പൊ ഒരു ഹൈഡ്രജൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജനുമായിട്ട് ഞാൻ ബോണ്ട് ചെയ്തു. അടുത്തതിന് ഞാൻ അടുത്ത കാർബണുമായി ചേരാൻ വേണ്ടി ഇട്ട് കൊടുത്തു. അപ്പൊ ഈ കാർബണ് എന്താണ്? ഇവിടെ ഒരു ബോണ്ട് ഓൾറെഡി ആയി. ഈ കാർബൺ അവസാനിക്കുന്ന കാർബണാണ്. അപ്പൊ ആ കാർബണ് ഇനി ഒരെണ്ണത്തിന് അടുത്ത കാർബണുമായി ലിങ്ക് ചെയ്യാൻ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബോണ്ടിങ് ഓൾറെഡി ഇവിടെ ഇട്ടു. ഇനി 3 എണ്ണം ഉണ്ട്. ആ 3നെ എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള ആളുമായിട്ട് അങ്ങ് ബോണ്ടിങ്ങിൽ ഏർപ്പെടാം. ഇവിടെ ഹൈഡ്രജനുമായിട്ടാണ് ഏർപ്പെട്ടിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ എത്ര തന്നെ കൊടുത്തു? ഹൈഡ്രജൻ തന്നെ കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഈ സ്ട്രക്ചറിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാമല്ലോ. ഇവിടെ കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ ആണെങ്കിൽ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 1, 2, 3 എണ്ണമല്ലേ ഉള്ളൂ. ഇവിടെ പോയാൽ ഇവിടെ ഹൈഡ്രജനുമായിട്ടാണ് കാർബൺ ബോണ്ട് ചെയ്തിരിക്കുന്നത്, കാർബണുമായിട്ടല്ല. ഞാൻ പറയുന്നത് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ, അതിനകത്തുള്ള സിഗ്മ ബോണ്ടുകളുടെ എണ്ണമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഈ കാർബണും ഇടയിൽ 2 ട്രിപ്പിൾ ബോണ്ട്, കാർബണും ഇടയിൽ ഡബിൾ ബോണ്ടാണ് വരുന്നത്. അതിൽ 1 ആർക്ക് പോകണം? സിഗ്മയ്ക്ക് പോകണം, 1 പൈക്ക് പോകണം. അപ്പൊ ഞാൻ ഈ ബോണ്ട് അങ്ങ് എടുത്തു. അപ്പൊ 1. ഇനി ഈ വീണ്ടും ഡബിൾ ബോണ്ടാണ്, 1 സിഗ്മയ്ക്കും 1 പൈക്കുമാണ്. അപ്പൊ 2. ഇനി ഇവർക്കിടയിൽ സിംഗിൾ മാത്രമേ ഉള്ളൂ, 3. അപ്പൊ മൊത്തം കാർബൺ സിംഗിൾ ബോണ്ട് കാർബണിൽ 3 എണ്ണം ആയി. ഇനി അടുത്ത കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജനിലുള്ള സിഗ്മ ബോണ്ടുകളുടെ എണ്ണമാണ് എനിക്ക് വേണ്ടത്. ഇവിടെ കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ ആണ്. ഇവിടെ കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ ഇവിടെ 1 എണ്ണം ഉണ്ട്. ഞാൻ വേറെ കളർ കൊണ്ടുപോയാം. ഇവിടെ കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ ഒരു ബോണ്ടായി, അടുത്ത ഹൈഡ്രജനുമായിട്ട് ഇവിടെ ഒരു ബോണ്ടായി, ഇനി അടുത്ത ഹൈഡ്രജനുമായിട്ട് ഇവിടെ ഒരു ബോണ്ടായി, ഇവിടെ ഒരു ബോണ്ടായി, ഇവിടെ ഒരു ബോണ്ടായി, ഇവിടെ ഒരു ബോണ്ടായി. അത് 1, 2, 3, 4, 5, 6. വീണ്ടും എത്ര തന്നെ? 6 എണ്ണം വന്നു. ഇനി അടുത്ത് ഏതാണ്? കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലുള്ള പൈ ബോണ്ടുകളുടെ എണ്ണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 2 ഡബിൾ ബോണ്ടുകളാണ്, 2 സെറ്റ് ഡബിൾ ബോണ്ടുകളുണ്ട്. അതിൽ ഓൾറെഡി 1 സിഗ്മ കൊണ്ടുപോയി, ഇവിടെയും 1 സിഗ്മ കൊണ്ടുപോയി. ഇനി ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്. അപ്പൊ മൊത്തം എത്ര? 2 പൈ ആണുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് ഓട്ടിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാർബൺ, അതായത് ഞാനൊരു സ്ട്രക്ചർ, ഇതിപ്പം ഈ 2ാമത്തെ എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നാൽ, നമ്മൾ ഇതിനെ സ്ട്രക്ചർ ആയിട്ട് വരച്ചു. അതായത് കാർബൺ എഴുതി, ഹൈഡ്രജൻ 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 ബോണ്ട് ഇട്ട് ഹൈഡ്രജൻ എഴുതി. കാർബണിന്റെ ഓൾറെഡി 2 ബോണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി 2 ബോണ്ടേ ബാക്കിയുള്ളൂ. അതിനെ ഞാൻ ഡബിൾ ബോണ്ട് ഇട്ട് വീണ്ടും അടുത്ത കാർബൺ എഴുതി. ഈ കാർബണ് വീണ്ടും ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്ത് അടുത്ത കാർബൺ, ഈ കാർബൺ ഒരു H കൊടുത്തു, അടുത്ത് വീണ്ടും സിംഗിൾ ബോണ്ട്. ഇനി 3 Hമായിട്ട് ഈ കാർബണെ ഞാൻ ബോണ്ട് ചെയ്യിപ്പിച്ചു. ഇനി ഇതിൽ എത്ര സിംഗിൾ ബോണ്ട് ഉണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതായത് കാർബൺ സിഗ്മ ബോണ്ട് എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയണം. അപ്പൊ കാർബൺ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ കാർബണുകൾ തമ്മിൽ ബോണ്ട് ചെയ്തിരിക്കുന്നതിനിടയിൽ എത്ര സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ കാർബണുകൾ തമ്മിൽ ബോണ്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർബണും ഈ കാർബണും ഈ കാർബണും ഈ കാർബണും ഇവർക്കിടയിലുള്ള ബോണ്ടുകൾ വേണം നോക്കാൻ. കാരണം ഇതിനപ്പുറത്തോട്ട് പോയാൽ ഇത് ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ടിങ്, അത് കൂട്ടണ്ട. അപ്പൊ ഇവർക്കിടയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു 1 ഡബിൾ ബോണ്ട് ആണെങ്കിൽ 1 സിഗ്മയ്ക്കും 1 പൈക്കുമാണ്. അപ്പൊ ഞാൻ ഈ ബോണ്ടിന് സിഗ്മയ്ക്ക് എടുത്തു, അടുത്ത് ഈ ബോണ്ടിന് സിഗ്മയ്ക്ക് എടുത്തു, ഈ ബോണ്ടിന് സിഗ്മയ്ക്ക് എടുത്തു. അപ്പൊ മൊത്തം 3 ബോണ്ടാണ് ഈ കാർബണുമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ കാർബൺ ഹൈഡ്രജൻ ബോണ്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ കാർബൺ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ട് 1. ഇവർ ഇവിടെയുണ്ട് 2, ഇവിടെ 3, ഇത് 4, ഇത് 5, ഇത്
6. അപ്പൊ മൊത്തം 6 കാർബൺ ഹൈഡ്രജൻ ബോണ്ടായി. ഇനി പൈ ബോണ്ട് എടുക്കുമ്പോൾ എനിക്ക് ഡബിൾ ബോണ്ടിന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ 2 സെറ്റ് ഡബിൾ ബോണ്ടാണുള്ളത്. അതിൽ ഓൾറെഡി 1 സിഗ്മയ്ക്ക് കൊടുത്തു, ബാക്കിയുള്ള ഈ ബ്ലൂ കളറുള്ള മാത്രമേ ഇനി പൈക്കുള്ളൂ. അപ്പൊ എത്രയാണ് ടോട്ടൽ? 2 പൈ ബോണ്ടാണുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും സിഗ്മയും പൈ ബോണ്ടും കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ, ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്ന സ്ട്രക്ചറിലോട്ട് എന്ത് ചെയ്യണം? മാറ്റി നിങ്ങൾ വരയ്ക്കാനായിട്ട് ആദ്യം പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെയുള്ള ഒരു കാർബൺ പൈ ബോണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സ്ട്രക്ചറിൽ വരയ്ക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? 2 എണ്ണം എന്ത് ചെയ്യുക? ആ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വരച്ചു നോക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് അതുപോലെയാണോ നിങ്ങൾക്ക് കിട്ടിയതെന്നും കൂടെ നിങ്ങളൊന്ന് എൻഷുർ ചെയ്യാം. അപ്പൊ ഞാൻ വരയ്ക്കാൻ പോവാണ്, ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ പോവാണ്. ഒന്നാമത്തത് CH3 ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളിപ്പം വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുക? നമ്മൾ ബോണ്ട് വരച്ചിട്ടുള്ള ഒരു മെത്തേഡിലോട്ട് ആക്കുക. അപ്പൊ നിങ്ങൾ ആക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ അതിനുള്ള പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അത്രയും സമയം എടുത്താക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ആൻസർ പറയാൻ പോവാണ്. ആദ്യം ഞാൻ എഴുതിയ CH3 ആണ് അല്ലെ. അപ്പൊ എന്തെടുക്കാം? ഒരു സിയും ചുറ്റും 3 Hഉം കൊടുക്കാം. ഇപ്പൊ ഓൾറെഡി സിയുടെ 3 ബോണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ഒരു ബോണ്ടും കൂടെ ഉള്ളൂ. ആ ബോണ്ടിനെ ഞാൻ അടുത്ത കാർബൺ ലിങ്ക് ചെയ്യാനുള്ള ഇടയിലുള്ളത് ഈ ബോണ്ടായിട്ട് കൊടുക്കുവാണ്. ഇനി അടുത്ത് ഈ കാർബൺ ഓൾറെഡി ഇവിടെ ഒരു ബോണ്ടായി. അത് കഴിഞ്ഞ് ഇവിടെ വേറെ ഞാൻ Hഉം കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതിനർത്ഥം അവിടെ ബോണ്ട് ചെയ്യാൻ വേറെ ആരും അവൈലബിൾ അല്ല. സോ ഉള്ള ബാക്കി 3 വാലൻസിയെയും അടുത്ത 3 ബോണ്ടായിട്ട് അങ്ങ് കൊടുത്താൽ മതി. 3 ബോണ്ട് ഇട്ടു. ഇനി അടുത്ത് വീണ്ടും ഒരു കാർബൺ വരച്ചു. ഈ കാർബൺ ഓൾറെഡി ഇവിടെ ഇപ്പൊ ഒരു 3 ബോണ്ട് ആയി കഴിഞ്ഞു. 3 ബോണ്ട് ആയെങ്കിൽ അടുത്തിനി Hഉം ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അടുത്ത ആളെ എനിക്ക് ലിങ്ക് ചെയ്യാൻ ഒരു ബോണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അടുത്ത ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബോണ്ട് ഇട്ട് കൊടുത്തു. അടുത്ത കാർബൺ എഴുതി. ഈ കാർബണോട് കൂടി ഈ പാറ്റേൺ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടി വേറെ ബോണ്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 3 ബോണ്ട് പേർക്ക് കൊടുക്കാം. Hഉമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അപ്പൊ ഞാൻ 3 ബോണ്ടിനെയും Hഉമായിട്ട് ചേരാൻ വേണ്ടി കൊടുത്തു. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ പാറ്റേൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൽ നിന്നും നിങ്ങൾ കാർബൺ സിഗ്മ ബോണ്ടിനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എണ്ണം. എങ്കിൽ എത്ര കാർബൺ സിഗ്മ ബോണ്ട് വരും? കാർബൺ ആണ് നോക്കേണ്ടത്. അപ്പൊ ഈ ഇത്രയും സെക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും സെക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും സെക്ഷൻ ആണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ ഹൈഡ്രജൻ്റെതായി പോകും. ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഇതിൽ ഇവർക്ക് ഈ കാർബണും ഇടയ്ക്ക് ഒരു സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അപ്പൊ 1 ആയി. ഇനി ഇവർക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. അതിൽ ഒരു സിഗ്മയും 2 പൈ ആണ്. അപ്പൊ അടുത്ത് 2 ആയി. ഇനി ഈ കാർബണും ഇടയിലും ഒരു സിംഗിൾ ബോണ്ടേ ഉള്ളൂ. 3 ആയി. അപ്പൊ ഇവർക്കിടയിൽ കാർബൺ സിംഗിൾ ബോണ്ട് കാർബണിൽ 3 സിഗ്മ ബോണ്ട്. അടുത്ത് ഹൈഡ്രജനുമായിട്ടാണെങ്കിലോ കാർബൺ ഹൈഡ്രജന്റെ 1 2 3 4 5 6. കാർബൺ ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെ 6. ഇനി പൈ ബോണ്ട് ആണെങ്കിലോ ആകെ കൂടി ഇവിടെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബണിലെ നമുക്ക് പൈ ബോണ്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. അതില് 3 ബോണ്ടാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. അതിൽ ഒരു സിഗ്മയും 2 എണ്ണം പൈ വരണം. അപ്പൊ ഇവിടെ ബാക്കി ഒരു സിഗ്മ കൊണ്ടുപോയി ഇനി 2 എണ്ണം ആർക്ക് കൊടുക്കണം? പൈക്ക് കൊടുക്കണം. അപ്പൊ എത്ര? കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബണില് ഇവിടെ 2 പൈ ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നും ഇത്തരത്തിലുള്ള സിഗ്മ പൈ എണ്ണമാണ് കിട്ടിയതെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇതെങ്ങനെ എഴുതാം? ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ പോസ് ചെയ്ത് വെച്ച് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ പറയുന്ന ആൻസർ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ആൻസറിലോട്ട് പോവാണ്. സി ഇവിടെ H3 ആണ്. അപ്പൊ സിക്ക് ചുറ്റും ഇവിടെ എത്ര എണ്ണം? 3 H വരയ്ക്കണം. ഇനി 3 H കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തൊരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിന് അടുത്ത കാർബണുമായിട്ട് ലിങ്ക് ചെയ്യണം. അടുത്ത കാർബൺ വരച്ചു. ഇവിടെ H 2 എണ്ണമാണ്. സോ 2 H ഇട്ട് കൊടുത്തു. ഇവിടെ കാർബണ് ഇവിടെ ഒരു ബോണ്ടായി, ഇവിടെ 2 ബോണ്ടായി. ഇനി ഒന്നുകൂടെ ഉള്ളൂ. അടുത്ത കാർബണുമായിട്ട് ലിങ്ക് ചെയ്യണം. അടുത്തതിന് ഇട്ട് കൊടുക്കാം. അടുത്തതിൽ ഇട്ട് കൊടുക്കാം. സി എഴുതി. ഇവിടെ ഒരു H ഉള്ളൂ. അപ്പൊ ഒരു Hനെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഈ കാർബൺ ഇവിടെ ഒരു ബോണ്ടായി, ഇവിടെ ഒരു ബോണ്ടായി. അപ്പൊ 2 ബോണ്ട് ഓൾറെഡി ആയി. ഇനി അടുത്ത് ഒരു H മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാനുള്ളൂ. അപ്പൊ ഇനി വേറെ ആൾക്കാരുമായിട്ട് ബോണ്ട് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ഉള്ള 2 എണ്ണത്തിനെയും അടുത്ത ബോണ്ടായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള H3 ഗ്രൂപ്പ്
ഇങ്ങനെ കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ഡബിൾ ബോണ്ട് ഒന്നും അല്ല, ഇത് സിംഗിൾ ബോണ്ടാണ്. അപ്പൊ ഇവർക്കിടയിലുള്ള സി സിംഗിൾ ബോണ്ട് സി, അതിലുള്ള സിഗ്മ ബോണ്ടുകൾ എണ്ണം എത്ര ആയിരിക്കും? ദേ ഇവിടെ 1, ഇവിടെ 2, ഇതിൽ നിന്ന് 1, 3. സി സിംഗിൾ ബോണ്ട് ഹെച്ചിലുള്ള സിഗ്മ എത്ര ആയിരിക്കും? 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ? അതിനിപ്പോ എങ്ങനെ വന്നു ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുമോ? ഇതെങ്ങനെ വരയ്ക്കാം? 3 H ഇട്ട് കൊടുത്തു, ഇതിനിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഇട്ടു, അടുത്തൊരു സി ഇട്ടു, അടുത്ത് വീണ്ടും H ഇട്ടു, വീണ്ടും സി H ഡബിൾ ബോണ്ട് CH3. അല്ലെ നമ്മൾ പറഞ്ഞതാണ് CC വരുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ്? ഈ CCക്ക് ഇടയിലുള്ള ഈ സിംഗിൾ ബോണ്ട്, ഇവർക്കിടയിലുള്ള ഈ സിംഗിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ടിന് ഇടയിലുള്ള ഒരു സിംഗിൾ ബോണ്ട്. അപ്പം മൊത്തം 3 C സിംഗിൾ ബോണ്ട് C സിഗ്മ ബോണ്ടായി. ഇനി എത്ര CH ബോണ്ട് ഉണ്ടെന്ന് അറിയണം. ഇവിടെ ഇതുമായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 മൊത്തം 9 സിഗ്മ ബോണ്ടാണ് കാർബൺ സിംഗിൾ ബോണ്ട് ഹൈഡ്രജനുമായിട്ടുള്ള. അടുത്തിന് എത്ര പൈ ബോണ്ട് ഉണ്ടെന്ന് നോക്കണം. ആകെ കൂടി ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഡബിൾ ബോണ്ട് ഉള്ളൂ, കണ്ടല്ലോ. അപ്പൊ ഈ ഡബിൾ ബോണ്ടിൽ മാത്രമേ പൈ ബോണ്ട് കാണുള്ളൂ. ഈ നീല സൂചിപ്പിച്ചിരിക്കുന്നത് സിംഗിൾ ബോണ്ടിന് നേരത്തെ കൊടുത്തതാണ്. ബാക്കി ഈ റെഡ് മാത്രമേ ആരുടെയിലുള്ളൂ? പൈക്കുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പൈ ബോണ്ടേ ഉള്ളൂ. കാർബൺ ഡബിൾ ബോണ്ട് കാർബണിൽ ഒരു പൈ ബോണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഇതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമായി ഹൈബ്രിഡൈസേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പൊ ഇതിപ്പോ എന്ത് ചെയ്യുക? നിങ്ങൾ തറവായിട്ട് പഠിക്കുക. അപ്പൊ ദയവ് ചെയ്ത് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോ എഴുതുന്ന എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ല രീതിക്ക് കുത്തിയിരുന്നു ഒന്ന് ആദ്യം അതൊന്ന് സെറ്റ് ചെയ്തെടുത്തോണ്ട് വരിക. കാരണം നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് അറിഞ്ഞുകൂടാ എങ്കിൽ നമുക്ക് അങ്ങോട്ട് ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം.